Just a second. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ, സോ ഇന്ന് നമുക്ക് മെൻസുറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. മെൻസുറേഷൻ. സോ വാട്ട് ഇസ് മെൻസുറേഷൻ? എന്താണ് കാര്യങ്ങൾ, എന്താണ് അതിന്റെ തിയറി, എന്താണ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക? സോ അതായിരിക്കും നമ്മൾ ഒരു 1 hour കൊണ്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, നോക്കാം. സോ നോർമലി നമുക്കറിയാം മെൻസുറേഷൻ നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത് 3D മെൻസുറേഷൻ ആണ്. 3D മെൻസുറേഷൻ. ഓക്കെ, 3D മെൻസുറേഷൻ. സോ 3Dയിൽ തന്നെ നമുക്കറിയാം വാട്ട് ഈസ് 2D ആൻഡ് 3D. നമ്മൾ 2 ഡയമെൻഷണൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, 2 ഡയമെൻഷണൽ ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ് 2D ആയിട്ട് പറയാം. വിച്ച് മീൻസ് നമ്മളിപ്പോ ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ, ഈസ് ഇനിയിപ്പോ എന്താ പറയാ, സർക്കിൾ, ഇതൊക്കെ നമ്മൾ 2D ആയിട്ട് വരയ്ക്കുന്ന ഫിഗേഴ്സ് ആണ്. ശരിയല്ലേ? ഇനി 3Dയിലേക്ക് വരികയാണെങ്കിലോ, 3Dയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം നോർമലി നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ സപ്പോസ് എ കോൺ അല്ലെങ്കിൽ സിലിണ്ടർ, ഓക്കെ, ക്യൂബ്. എടാ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറയണേ. ഓക്കെ അല്ലേ? ക്യൂബ്. ഇനിയിപ്പോ ഈ ക്യൂബിന്റെ തന്നെ വേറെ വേർഷൻ ആണ് ക്യൂബോയിഡ്. എടാ എല്ലാവരും മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. മൈക്ക് കാര്യങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യട്ടോ. ക്യൂബ്, ക്യൂബോയിഡ്. ഓക്കെ, സ്പിയർ, സ്പിയർ. സ്പിയർ തന്നെ വേറെ രീതിയിലാണ് ഹെമിസ്പിയർ. സോ ഈ കേസ് ഒക്കെ എന്താണ്? 3D മെൻസുറേഷൻ അല്ലെങ്കിൽ 3D ഫിഗേഴ്സ് ആണ്. സോ ഇവന്മാരെ പറ്റിയാണ് ഇന്ന് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോടാ? സോ ആദ്യം നമുക്ക് ജസ്റ്റ് ബേസിക്സ്, സ്ക്വയർ, റെക്ടാങ്കിൾ, സർക്കിൾ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ അല്ലേ? സോ നോക്ക്, ഞാനിപ്പോ ആദ്യം സ്ക്വയേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാലോ. നോക്കണം. ഇപ്പൊ ആദ്യം ഞാൻ സ്ക്വയറിനെ പറ്റി പറയാം. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ശ്രദ്ധിക്കണം. ഇപ്പൊ നോർമലി ഞാനൊരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്ക്വയറിന്റെ 4 സൈഡ് ഈക്വൽ ആണ് അല്ലെ? 4 സൈഡ് ഈക്വൽ ആണ്. സോ എ ഞാൻ റെപ്രസെന്റ് ചെയ്യും. സോ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ എന്ന് പറയുന്നത് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇപ്പൊ ഏതൊരു സ്പീക്കർ ആയിക്കോട്ടെ അതിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഇതുപോലത്തെ ഫിഗേഴ്സ് വരിക. സ്ക്വയർ ആണെങ്കിൽ സൈഡ് സെയിം ആയതുകൊണ്ട് തന്നെ എ സ്ക്വയർ വരും. നമ്മൾ ഇതിന്റെ പെരിമീറ്റർ എന്താ പറയാ? പെരിമീറ്റർ പറയുന്നത് 4A എന്നാണ്. സൈഡ് എ ആണെങ്കിൽ നമ്മൾ പറയും 4A. ശരിയാണല്ലോ? അറിയുന്ന കാര്യമാണ്, വേറെ പ്രത്യേകിച്ച് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം, ഇതിന്റെ ഡയഗണൽ എന്തായിരിക്കും? അതിന്റെ ഡയഗണൽ, ഇതിന്റെ ഡയഗണൽ എന്തായിരിക്കും? ഡയഗണൽ എപ്പോഴും എന്താണ്? √2A ആണ്. എന്താണ് √2A? സോ സൈഡ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്, 45 ഡിഗ്രി ആണ്, ഇതും 45 ഡിഗ്രി ആണ്. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ അല്ലേ? സോ ഇതിന്റെ പെരിമീറ്റർ എപ്പോഴും ആലോചിച്ച് ഓർത്തിരിക്കുക, 4A ആണ്. ഇനി ഇതേ കാര്യം നമ്മൾ ഇതിപ്പോ റെക്ടാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിലോ, റെക്ടാങ്കിൾ ആണെന്ന് പറഞ്ഞാൽ എന്താ? റെക്ടാങ്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ ലെങ്ത് ഉണ്ടാവും, ബ്രെഡ്ത്ത് ഉണ്ടാവും. ശരിയാണോ? ലെങ്ത് ഉണ്ടാവും, ബ്രെഡ്ത്ത് ഉണ്ടാവും. സോ ഇതിന്റെ ലെങ്ത് വന്നിട്ട് L ആണ്, ബ്രെഡ്ത്ത് വന്നിട്ട് B ആണെങ്കിൽ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്, ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ശരിയാണല്ലോ? ഞാൻ പറഞ്ഞത് ശരി തന്നെ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇനി ഇതിന്റെ പെരിമീറ്റർ ആണെങ്കിലോ, പെരിമീറ്റർ ആണെങ്കിൽ എന്ത് വരുവാടാ? ഇത് 2 L ഉണ്ടാവും, 2 B ഉണ്ടാവും. 2 ലെങ്ത്തും 2 ബ്രെഡ്ത്തും. ഇതൊക്കെ അറിയുന്ന കാര്യമാണെന്ന് എനിക്ക് പറയാം. ഞാൻ അതുകൊണ്ടാണ് വേഗം വേഗം പറഞ്ഞു പോകുന്നത്. ഈ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് അറിയുന്ന പണ്ടത്തെ കാര്യങ്ങൾ ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട് 3Dയിലേക്ക് പോകാം. ഓക്കെ അല്ലേ? 2 × L + B, 2 × L + B. ശരിയല്ലേ? ഓക്കെ, സോ ഇതിന്റെ ഡയഗണൽ എന്താണ് വരുന്നത്? ഇതിന്റെ ഡയഗണൽ എന്താ വരിക? √(L²+B²). ശരിയല്ലേ? √(L²+B²). ക്ലിയർ ആണല്ലോ? പോയിന്റ് ഓക്കെ അല്ലേ? സോ ഇതാണ് റെക്ടാങ്കിളിന്റെ കേസ്. ഇനി ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഏരിയന്റെ കാര്യങ്ങളും കൂടെ ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഓക്കെ, ട്രയാങ്കിൾ തന്നെ നോർമലി നമ്മൾ പറയുന്ന 2 ട്രയാങ്കിൾസ് ആണ്. എങ്ങനെ? ഒന്ന് ഇക്വലേറ്റർ ട്രയാങ്കിൾ. ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. എന്താണ് പറയാ? ഇക്വലേറ്റർ ട്രയാങ്കിൾ. രണ്ടാമത്തവന്മാരാണ് എന്ത്? ഐസോസിലസ് ട്രയാങ്കിൾ. എന്താണ് പറയുന്നത്? ഐസോസിലസ് ട്രയാങ്കിൾ. ഇനി എന്താണ് ഇക്വലേറ്റർ ട്രയാങ്കിൾ? എന്താണ് ഐസോസിലസ്? മൂന്നാമത്തെ ഒരു വെറൈറ്റി ഉണ്ട്, സ്കെലൈൻ ട്രയാങ്കിൾ. എന്താണ് സ്കെലൈൻ ട്രയാങ്കിൾ? സ്കെലൈൻ ട്രയാങ്കിൾ. സോ ഈ കാര്യങ്ങളോട് ജസ്റ്റ് നോക്കിയേ. ഈ കാര്യങ്ങളോട് ജസ്റ്റ് ശ്രദ്ധിക്കണം. നമ്മളൊരു ഇക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറയണമെങ്കിൽ, ഇക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ 3 സൈഡും സെയിം ആണെങ്കിൽ
ട്രയാങ്കിളിന്റെ 3 സൈഡും സെയിം ആണെങ്കിൽ നമ്മൾ അവന്മാരെ വിളിക്കും ഇക്വലേറ്റർ ട്രയാങ്കിൾ. എന്ത് വിളിക്കും? ഇക്വലേറ്റർ ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ 2 സൈഡ് ഈക്വൽ ആണെന്ന് വിചാരിക്കും, 2 സൈഡ് ഈക്വൽ ആണെന്ന് വിചാരിക്കും. ട്രയാങ്കിൾ സപ്പോസ് ABC. ഇപ്പൊ ഞാൻ പറയുന്നു ഈ AB എന്ന് പറയുന്ന സൈഡും AC എന്ന് പറയുന്ന സൈഡും സെയിം ആണെന്ന് വിചാരിക്കും. AB ഈക്വൽ ടു AC, AB ഈക്വൽ ടു AC. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവന്മാരെ വിളിക്കുന്ന പേരാണ് ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ, സോറി, ഐസോസിലസ് ട്രയാങ്കിൾ. സെറ്റ് ആണോ? ക്ലിയർ ആണോ? സോ ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ കേസിൽ നമുക്ക് നോർമലി നിങ്ങൾക്ക് ആവശ്യം വരും, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻസിൽ കാണാൻ പറ്റും. അതിന്റെ ഏരിയ എന്ന് പറയുന്നത്, ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് √3/4 ആണ്. സൈഡ് A ആണെങ്കിൽ ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? √3/4 √3a²/4. ഓക്കെ ആണോ? സോ ഇക്വലേറ്ററിന്റെ സൈഡ് A ആണെങ്കിൽ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്നത് √3a/2 ആണ്. ഓക്കെ ആണോ? ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ സൈഡ് A ആണെങ്കിൽ അതിന്റെ ഏരിയ √3/4a², ഹൈറ്റ് √3a/2. പെരിമീറ്റർ പിന്നെ നിങ്ങൾക്ക് ആർക്കും കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല, എന്തായിരിക്കും? 3a ആയിരിക്കും. സെറ്റ് ആണോ? ക്ലിയർ ആണോ? സോ നോർമലി നമ്മൾ ഐസോസിലസ് ട്രയാങ്കിളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഒരു കാര്യം ആദ്യം തന്നെ ഓർത്ത് വെച്ചോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ ഏരിയ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഇതിന്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ കേസിൽ നമുക്ക് ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. B/4. B എന്ന് പറയുന്ന സൈഡ് ഇതാണ്, ഈ 2 സൈഡും സെയിം ആണ്, A. അങ്ങനെയാണെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കണം? B/4 √4a² - b² ആയിരിക്കും. നേരെ ഈ ഇക്വേഷൻ അങ്ങ് പുട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണോ? ഇതെങ്ങനെയാ വരേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ട. വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ബേസിക്സ് പറഞ്ഞുതരാം. ഇതിപ്പോ ഞാനൊരു ഇതിന്റെ ഒരു ഹൈറ്റ് ആണ് വരച്ചതെങ്കിൽ ഇതെന്തായിരിക്കും? ഇതെന്ന് പറയുന്നത് B/2 ആയിരിക്കും, ഇത് B/2 ആയിരിക്കും. നിങ്ങൾക്കറിയാം ഈ ഒരു സൈഡ്, ഈ ഒരു ABC, ഈ ഒരു സൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ABC, ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പൈതഗോറസ് അപ്ലൈ ചെയ്യാലോ. AB² - AD. ഇതിപ്പോ ഞാൻ D ആയിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ AD² = BD². സോ അവിടെ നിന്നാണ് നമുക്ക് ഇക്വേഷനിലേക്ക് വരുന്നത്. ഏരിയ = B/4 √4a² - b². സോ ഇതിന്റെ പെരിമീറ്ററോ? ഇതിന്റെ പെരിമീറ്റർ എന്തായിരിക്കും? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2a. 2 സൈഡ് സെയിം ആണെങ്കിൽ 2a + b ആയിരിക്കും. ഓക്കെ ആണോടാ? ക്ലിയർ ആണോടാ? സെറ്റ് ആണോ? ഇതുവരെ ഓക്കെ ആണോ? ജസ്റ്റ് കമന്റ് ബോക്സിൽ പറഞ്ഞേ ഓക്കെ ആണോ? കാര്യങ്ങൾ സെറ്റ് ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ക്ലിയർ ആണോടാ? സോ അറിയുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ, ഒരു റിവിഷൻ പോലെ കേട്ടാൽ മതി. ക്ലിയർ ആണോ? അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ എഴുതിയെടുക്കുക. ക്ലിയർ ആണോടാ ഇതുവരെ? ഓക്കെ സോ ക്ലിയർ, പക്ക. ഓക്കെ, അടുത്തതിലേക്ക് നോക്ക്. ഓക്കെ, നിങ്ങളിത് ഇതൊക്കെ ക്വസ്റ്റ്യൻ വരില്ല എന്ന് വിചാരിക്കേണ്ട. നമുക്കറിയില്ല ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. കാരണം ഇക്വലേറ്റർ ട്രയാംഗിൾ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് ഹൈറ്റ്, അല്ലെങ്കിൽ ഒരു ഇക്വലേറ്റർ ട്രയാംഗിൾ ഹൈറ്റ് എന്താണെന്ന് നോർമലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വൺസ് നിങ്ങൾക്ക് കേട്ട് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ അല്ലേ? എന്നാ പിന്നെ അടുത്ത കാര്യം കേട്ടോ. അപ്പൊ ഇക്വലേറ്റർ ട്രയാംഗിൾ പഠിച്ചു. റൈറ്റ് ആംഗിൾ. എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്താ? ഞാൻ പറഞ്ഞു സ്കെലൈൻ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ നോർമലി ഒരു പ്രത്യേകതകളും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഡിസിമിലർ ആണെങ്കിൽ നമ്മൾ ആ ട്രയാംഗിൾ എന്ത് പറയടാ? നമ്മൾ അതിനെ ഈക്വലി നമ്മൾ ഈസി ആയിട്ട് സ്കെലൈൻ ട്രയാംഗിൾ എന്ന് പറയും. ഓക്കെ അല്ലേ? അടുത്ത കാര്യം കേൾക്ക്. ഇതിപ്പോ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് വിചാരിക്കും. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ സോ ദിസ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ബ്രോ. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. റൈറ്റ് ആംഗിൾ. വാട്ട് ഇസ് റൈറ്റ് ആംഗിൾ? എന്താണ് റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ? റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ഈ 2 സൈഡ് ഈ ട്രയാംഗിളിൽ നമുക്ക് ഈക്വലി റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. നമുക്ക് എന്ത് പറയാം? ഇതിന്റെ ഏരിയ നമുക്ക് 2 രീതിയിൽ പറയാം. ഇതിന്റെ ഏരിയ നമുക്കറിയാം എപ്പോഴും ഒരു ട്രയാംഗിൾ ഏരിയ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലെ? സോ ഈക്വലി നമുക്ക് ഇവിടെ എന്ത് പറയാം? ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ BC ആണ്. BC എന്ന് പറഞ്ഞാൽ ബേസ് ആണ്. അതേപോലെ അല്ലെങ്കിൽ ബേസ് BC ഇൻറ്റു ഹൈറ്റ് എന്താ? AB എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ കേസിൽ നമുക്ക് നോർമലി ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്ന സൈഡ്സ് ആരാണോ അവന്മാരുടെ പ്രൊഡക്റ്റ് ചെയ്താൽ മതി. ഓക്കെ ആണോ? ഹാഫ് ഇൻറ്റു AB ഇൻറ്റു BC. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേടാ? സോ ഈസി പോയിന്റ് ആണ്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ കൂടെ നിങ്ങൾക്ക് യൂഷ്വലി എന്താണ് പണ്ട് പഠിച്ച കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കണം. ഇപ്പൊ 90 ഡിഗ്രി, ഇത് 30 ഡിഗ്രി ആണെന്ന് വിചാരിക്കും, ഇത് 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കും. സോ ഇതൊരു ട്രയാംഗിൾ ആണ്. 90 ഡിഗ്രി, ഈ ആംഗിൾ 45 ആണ്. അതേപോലെ ഇതും 45 ആണ്. സോ ഈ കേസ് ഈ 2 ട്രയാംഗിൾ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 90 ഡിഗ്രി വരുന്ന 90 ഡിഗ്രി 60 45 വരുന്ന ഈ ABC എന്ന ഈ ഒരു ട്രയാംഗിളിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഈ AB എന്ന് പറയുന്ന സൈഡ് 1 യൂണിറ്റ് ആണെങ്കിൽ BC എന്ന് പറയുന്നത് √3 യൂണിറ്റ് ആയിരിക്കും. അതേപോലെ AC എന്ന് പറയുന്നത് 2 യൂണിറ്റ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരുടെ റേഷ്യോ = 1:√3:2 ആണ്. ഓക്കെ ആണോ?
അപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് ഇപ്പൊ സപ്പോസ് എ ബി ഈക്വൽ ടു 8 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബി സി എത്ര എഴുതിയാൽ മതി? 8√3 ആൻഡ് എ സി എത്രയായിരിക്കും? എ സി എന്ന് പറയുന്നത് 8 × 2 ഈക്വൽ ടു 16 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ ആണോ? സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വെറൈറ്റി, അല്ലെങ്കിൽ ആദ്യത്തെ ട്രയാങ്കിൾ നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന കാര്യമാണ്. ഇനി ഇതാണെങ്കിലോ 45 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് 1 ഡിഗ്രി ആണ്, 1 യൂണിറ്റ് ആണ്. 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് √2 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ ആണോ? 1:1:√2. ക്ലിയർ? അങ്ങനെയാണ് ഇവിടുത്തെ സൈഡ് എന്താ? 1:1:√2. ഇവിടെ നമുക്ക് സൈഡ് എഴുതാലോ, എ ബി സി. സോ ഈസി പോയിന്റ് ആണ്. ബി സി ഈക്വൽ ടു 8 ആണെങ്കിൽ എ സി ഈക്വൽ ടു 8 ആണ്. എ ബി എന്ന് പറയുന്നത് എന്താണ്? എ ബി എന്ന് പറയുന്നത് 8√2 ആണ്. ഇതും ക്ലിയർ ആണോ? സോ ഇതും നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് ആണ്. എന്താ പറയുന്നത്? ടൂൾ ആണ്. ഓക്കെ ആണോ? കമന്റ് ചെയ്യണം. ഈ പോയിന്റ് ഓക്കെ ആണോ? സെറ്റ് ആണോ? ക്ലിയർ? ഓക്കെ അല്ലേ? സോ ജസ്റ്റ് റെസ്പോൺസ് തരിക. കാരണം നിങ്ങളെ ഞാൻ കാണുന്നില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ എനിക്ക് അറിയാൻ പറ്റുന്ന ഒരു വീഡിയോ മാത്രമാണ് കമന്റ് ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ക്ലിയർ ആയില്ല എന്ന് പറയാം. ക്ലിയർ ആയിട്ടുണ്ടെങ്കിലോ ക്ലിയർ ആയി എന്ന് പറയാം. ഈസി പോയിന്റ്. ഓക്കെ അല്ലേ? സോ സെറ്റ്. അടുത്തതിലേക്ക് പോകും. സോ ഈ രണ്ട് ട്രയാങ്കിളും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും? ഇനി നമുക്കറിയാം സർക്കിൾ. സോ ട്രയാങ്കിൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ആരിലേക്ക് പോകണം? സർക്കിളിലേക്ക് പോകണം. ഓക്കെ ആണോ? സോ എന്താണ് സർക്കിൾ? സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എ സർക്കിൾ. സോ ഇതിന്റെ റേഡിയസ് ഇപ്പോ എ ബി എന്ന് പറഞ്ഞ ഡയമീറ്റർ, എ ബി ഈക്വൽ ടു ഡയമീറ്റർ ആണെങ്കിൽ, സോ ഞാൻ ഇവിടെ ഒ എന്ന് മാർക്ക് ചെയ്തു. സോ ഈ കേസിൽ ഒ ബി എന്ന് പറയുന്നത് എന്താ? ഒ ബി എന്ന് പറയുന്നതിനാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? റേഡിയസ് ഈസ് നത്തിങ് ബട്ട് ഡയമീറ്ററിന്റെ ഹാഫ് ആയിരിക്കും. നമുക്ക് പണ്ട് തൊട്ട് അറിയുന്ന പോയിന്റ് ആണ്. സോ ജസ്റ്റ് അവിടെ ഡ്രോപ്പ് ചെയ്തു. അത് വേറെ ഒന്നും പറയാനില്ല. സോ ഈ ഒരു കേസിൽ നമുക്കറിയാം ഏരിയ. വാട്ട് ഈസ് ഏരിയ? ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിന്റെ ഏരിയ എന്താണ്? സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. എന്താണ്? πr². സോ ഇനി അടുത്തത് പെരിമീറ്റർ ആണെങ്കിലോ? പെരിമീറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയണം അതിന് നമ്മൾ പറയും 2πr. എന്താണ് പറയാ? 2πr. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ ആകെ ഈ ഒരു ഏരിയ പെരിമീറ്റർ കണക്ട് ചെയ്യുന്ന ആരെയാണ്? പെരിമീറ്ററിനെയാണ് കണക്ട് ചെയ്യുന്നത്. ആരെയാണ്? പെരിമീറ്ററിനെയാണ് കണക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ ഞാനിവിടെ ഏരിയ ബൈ പെരിമീറ്റർ ചെയ്തു. ഏരിയ ബൈ പെരിമീറ്റർ. എനിക്ക് എന്താണ് വാല്യൂ കിട്ടുന്നത്? ഏരിയ ബൈ പെരിമീറ്റർ ചെയ്താൽ πr² ഡിവൈഡഡ് ബൈ 2πr. സോ പോയി r പോയി. ശരിയാണോ? സോ ഏരിയ ബൈ പെരിമീറ്ററിന്റെ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? ഏരിയ ബൈ പെരിമീറ്റർ എന്ന് പറയുന്നത് r/2. ക്ലിയർ അല്ലേ? വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. r/2 ആയിരിക്കും. സോ മാരെ റേഷ്യോസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലൊക്കെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ. സോ നെക്സ്റ്റ് പോയിന്റ് എന്താ പറയാ? ഞാനിപ്പോ ഇവിടെ ഒരു സെക്ടർ വരച്ചു എന്ന് വിചാരിക്കും. വാട്ട് ഈസ് സെക്ടർ? ഞാൻ ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു, ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു. ഈ ലൈൻ വരച്ചത് ഞാൻ ഇവിടെ എന്തെടുത്തു? ഇതാണ് ഞാൻ ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ? ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗം. ഏത് ഭാഗം? ശ്രദ്ധിക്കണം. ഞാൻ ഈ കൺസിഡർ ചെയ്ത ഈ ഒരു ഭാഗം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഞാൻ എടുത്ത സെക്ടർ. ഞാൻ അതൊന്നും കൂടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നോക്ക്, ഇപ്പൊ ഞാൻ ഈ ഡാർക്ക് ചെയ്ത ഈ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യുന്ന പോർഷൻ ആണ്. സപ്പോസ് ഈ ഒരു ആംഗിൾ തീറ്റയാണ്. ഓക്കെ, ഈ ഒരു ആംഗിൾ തീറ്റയാണ്. എന്താണ്? തീറ്റ. ഈ ഒരു ആംഗിൾ തീറ്റയാണെങ്കിൽ ഞാൻ ആ പോർഷൻ, ഞാൻ ഈ പോർഷൻ ഒ ബി സി എന്ന് വിളിച്ചു. നമുക്കിവിടെ ഇതിനെ സെക്ടർ എന്ന് വിളിക്കാൻ പറ്റും. എന്താണ് വിളിക്കാൻ പറ്റുന്നത്? സെക്ടർ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ ആണോ? സോ സെക്ടർ ഒ ബി സി എന്ന് പറയാൻ വേണ്ടിയിട്ട് സെക്ടർ എഴുതേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാവും. നമ്മൾ ആർക്ക് എന്നൊക്കെ പറയും. ഓക്കെ, സോ സെക്ടർ ഒ ബി സി. ഈ സെക്ടർ ഒബീസിന്റെ ഏരിയ കാണണമെങ്കിൽ സെക്ടർ ഒബീസിന്റെ ഏരിയ എന്ന് പറയുന്നത് സിമ്പിൾ ഇത്രയേ ഉള്ളൂ. എടാ πr². എന്താ? ഏരിയ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ ഫുൾ ഉണ്ടോ? ഒരു ഫുൾ സർക്കിൾ ആണെങ്കിൽ നമ്മൾ പറയും πr². പക്ഷെ ഇവിടെ എത്രയേ ഉള്ളൂ? ഒരു തീറ്റ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും θ/360. ഒരു മൊത്തം സർക്കിളിന്റെ ആംഗിൾ എത്രയാ? 360 ഡിഗ്രി അല്ലേ? അങ്ങനെയാണെങ്കിൽ സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² × 360 ആണ്. സോ ഡോണ്ട് വെറി. അടുത്തത് പെരിമീറ്റർ ആണെങ്കിലോ? പെരിമീറ്റർ ആണെങ്കിൽ നമ്മൾ അതിനെ പറയും, പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2πr ആണ്. 2πr × θ/360 ചെയ്താൽ മതി. വേറെ പ്രത്യേകിച്ച് വേറെ കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല. ഒരു ഏരിയ, ഒരു സെക്ടറിന്റെ ഏരിയ ആണ് കാണാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യാം? πr² × θ/360. പെരിമീറ്റർ ആണെങ്കിലോ നിങ്ങൾ അതിനെ യൂസ് ചെയ്യുന്നത് 2πr × θ/360. സെറ്റ് ആണോ? പോയിന്റ് ഓക്കെ ആണോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഫുൾ സർക്കിൾ അല്ല, ഇവിടെ ഒരു തീറ്റ ആംഗിൾ മാത്രമാണ് എനിക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യാം. ഓക്കെ ആണോ? ഇനി നിങ്ങൾ വിചാരിക്കും ഈ ബി സി എന്ന് പറയുന്ന ലെങ്ത് ഇല്ലടാ, ഞാൻ ഈ ബി സി എന്ന് പറഞ്ഞ ലെങ്ത് ഞാൻ എൽ എന്ന് വിളിച്ചു. എന്താണ് വിളിക്കുന്നത്? എൽ. സോ വാട്ട് ഈസ് എൽ? എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ആർക്ക്.
ലെങ്ത് ഓഫ് ആർക്ക്, ലെങ്ത് ഓഫ് ആർക്ക്, ലെങ്ത് ഓഫ് ആർക്ക്. ഏതാർക്കാടാ ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറഞ്ഞാൽ ആർക്ക് ഒ ബി സി. സോ ഈ ആർക്ക് എൽ ആണെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഏരിയ കാണാൻ ഒരു ഐഡിയയും കൂടി പഠിച്ചു വെച്ചോ. ഈ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ലെങ്ത് ഓഫ് ആർക്ക്, ലെങ്ത് ഓഫ് ആർക്ക് ഇൻറ്റു റേഡിയസ് ഓഫ് സെക്ഷൻ. എന്താണ് ഇൻറ്റു റേഡിയസ് ഓഫ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഈക്വൽ ടു ഹാഫ് എൽ ആണ്. ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇതും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണ്. സെറ്റ് അല്ലേ? ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു ആർ, ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു ആർ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ നിങ്ങൾക്ക് എന്ത് തന്നിട്ടില്ല? തീറ്റ തന്നിട്ടില്ല. തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ തന്നിട്ടില്ല. സോ അവിടെ നിങ്ങൾക്ക് ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ തീറ്റന്റെ സഹായം ഇല്ലെങ്കിൽ ഈ ലെങ്ത് ഓഫ് ആർക്ക് തന്നിട്ടുണ്ടാവും, ഈ എല്ല് തന്നിട്ടുണ്ടാവും. ഈ എല്ല് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിയാടാ? ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു ആർ ചെയ്താൽ മതി. ഓക്കെ ആണോ? സെറ്റ് ആണോ? ക്ലിയർ ആണോ? പക്കയാണോ? റെഡി ആണോ? ഓക്കെ ആണോ? ക്ലിയർ? ക്ലിയർ? ക്ലിയർ അല്ലേ? ഓക്കെ. സോ സർക്കിളിന്റെ കേസിൽ ഈ രണ്ട് കാര്യങ്ങളൂടെ ഒന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ നോക്കണം. ഇപ്പം ഇതൊരു സർക്കിളാണ് ശരിയല്ലേ? സോ സർക്കിളിന്റെ കേസിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ നിന്ന് ഇതിപ്പോ ഒരു ഡയമീറ്റർ എന്ന് വിചാരിക്കും, എ ബി. ഇതൊരു ഡയമീറ്റർ എന്ന് വിചാരിക്കും. ഞാൻ ഇവിടുന്ന് ഒരു ആംഗിൾ വരച്ചു. ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു. അത് ഞാൻ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തു. ഓക്കെ ആണോ? ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, എ ബി ഡയമീറ്റർ ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്, ഈ ഒരു ആംഗിൾ കണ്ടോ നിങ്ങൾ? ഈ ഒരു ഓപ്പോസിറ്റ് സെമി സർക്കിളിലേക്ക് ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ കണ്ടോ? ഇതെല്ലാ കേസിലും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണോ? 90 ഡിഗ്രി ആയിരിക്കും. സോ ഇതാണ് ഒന്നാമത്തെ ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഈ ഒരു സർക്കിളിന്റെ കേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ടൂൾ. ഓക്കെ അല്ലേ? ഇത് എപ്പോഴും എത്രയാക്കണം? 90 ഡിഗ്രി. 90 ഡിഗ്രി ആവണമെങ്കിൽ എ ബി എന്താവണം? ഡയമീറ്റർ ആവണം. ഓക്കെ അല്ലേ? ഡയമീറ്റർ ആണ്. സോ നെക്സ്റ്റ് സെക്കൻഡ് ടൂൾ നോക്കിക്കോ. ഇതിപ്പോ വീണ്ടും ഒരു സർക്കിൾ ആണ്. ശ്രദ്ധിക്കും, സർക്കിൾ ആണ്. സപ്പോസ് ഇത് സെന്റർ ആണ്, സെന്റർ സി. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് റേഡിയസ് വരച്ചു, ഇങ്ങോട്ടേക്ക് റേഡിയസ് വരച്ചു. ഇനിയിപ്പോ ഡയമീറ്റർ അല്ല, ഇനി ഇവിടെ നിന്നാണ് ഞാൻ ഈ പോയിന്റ് ജോയിൻ ചെയ്യുന്നത് വിചാരിക്കും, ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുന്നത് വിചാരിക്കും. സോ ഈ ഒരു ആംഗിൾ തീറ്റയാണെങ്കിൽ, ഈ എ ബി സി, സോ ഈ ആംഗിൾ ഒ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ബി സി ആംഗിൾ തീറ്റയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് 2θ ആയിരിക്കും. ഓക്കെ ആണോ? ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 2θ ആയിരിക്കും. ക്ലിയർ ആണോ? പോയിന്റ് സെറ്റ് ആണോ? ഇതാണ് രണ്ടാമത്തെ ടൂൾ. ആദ്യത്തെ ടൂൾ എന്താ പറഞ്ഞത്? ഇത് ഡയമീറ്റർ ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 90 ഡിഗ്രി. 90 ഡിഗ്രി ആയിരിക്കും. ഇനി 90 ഡിഗ്രി ഡയമീറ്റർ അല്ല, ഈ ആംഗിൾ 2θ ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? θ ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ ടൂൾ ശ്രദ്ധിക്കും. മൂന്നാമത്തെ റൂള് വളരെ സിമ്പിൾ ആണ്. ഇതുപോലെ തന്നെ ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കും. സോ ഇതൊന്നും മെൻസുറേഷൻ അല്ല ഞാൻ പറഞ്ഞത്, ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടൂളാണ്. ഓക്കെ, 2Dയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് 3Dയിലേക്ക് പോകുന്ന വിചാരിച്ചിട്ടാണ് പറയുന്നത്. സോ ഇതൊന്നും ഔട്ട് ഓഫ് സിലബസ് ആണെന്നുള്ളൊന്നും വിചാരിക്കേണ്ട. ഇതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാറുണ്ട്. ഓക്കെ അല്ലേ? സോ ഞാൻ ഇവിടെ നിന്ന് വരച്ചു. ഇത് ഡയമീറ്ററോ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ഈസ് എ കോഡ് വരച്ചു. ഒരു കോഡ് എ ബി വരച്ചു. ഈ കോഡ് എ ബി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മീറ്റ് ചെയ്യിപ്പിച്ചു, ഇവിടേക്ക് ഞാൻ എന്ത് ചെയ്തു? എൻഡ് ചെയ്യിപ്പിച്ചു. ഓക്കെ ആണോ? അടുത്ത കോഡ് ബിയിലേക്ക് എൻഡ് ചെയ്യിപ്പിച്ചു. ഇനി ഞാൻ ഇവിടെ നിന്ന് ഒരു കോഡ് വരയ്ക്കുന്നു, ഇങ്ങോട്ടേക്ക് എൻഡ് ചെയ്യിപ്പിച്ചു. ഇനി അതേപോലെ തന്നെ ഇവിടെ നിന്ന് കോഡ് മീറ്റ് ചെയ്തു, ഇങ്ങോട്ടേക്ക് എൻഡ് ചെയ്തു. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയായിരിക്കും, ഈ ആംഗിളും തീറ്റയായിരിക്കും. സെറ്റ് ആണോ? ഓക്കെ ആണോ? റെഡി ആണോ? ക്ലിയർ ആണോ? സോ ഈ ഒരു 3 ടൂൾ മനസ്സിലായോ? വെരി സിമ്പിൾ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇത്രയുള്ള പോയിന്റ്. ഡയമീറ്റർ ആണെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രി. ഓക്കെ, ഇനി ഡയമീറ്റർ അല്ല, ദിസ് ഇസ് ജസ്റ്റ് എ സെന്റർ. ഇത് സെന്റർ ആണ്. ഇനി ഇപ്പൊ സപ്പോസ് ഈ ആംഗിൾ ആണെങ്കിൽ, ഈ ആംഗിൾ ഒ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ എ ബി സി തീറ്റ ആണെങ്കിൽ എ ഒ സി എന്ന് പറഞ്ഞാൽ 2θ ആയിരിക്കും. ഇനി ഞാൻ പറഞ്ഞു ഈ ആംഗിൾ എ ബി എന്ന് പറഞ്ഞ ജസ്റ്റ് എ കോഡാണ്, ഇതൊരു കോഡാണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ എ സി ബിയും എ ഡി ബിയും എ ഇ ബിയും ഒക്കെ θ ഡിഗ്രി ആയിരിക്കും. ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? ഇവിടെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? സോ ഇത്രയും നേരം പറഞ്ഞത് ഈ കുറച്ച് കാര്യങ്ങളാണ്. രാഹി, ആഷിഫ, അന്ന ഓക്കെ ആണല്ലേ? ക്ലിയർ ആണ്?
ആ അപ്പൊ ഇതുവരെ പറഞ്ഞു നമ്മൾ ട്രയാങ്കിളെ പറ്റി പഠിച്ചു. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് നമ്മൾ പഠിച്ചു. നമ്മൾ അവിടെ സ്കെലൻ ട്രയാങ്കിൾ പഠിച്ചു, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പഠിച്ചു, ഐസോസസ് ട്രയാങ്കിൾ പഠിച്ചു, അതിന്റെയൊക്കെ ഏരിയ കാണാനുള്ള ഐഡിയാസ് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കേസിൽ രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ്, ഇത് 60 വരുന്നതും 45 വരുന്നതും നമ്മൾ പഠിച്ചു. സർക്കിൾ പഠിച്ചു. സർക്കിളിന്റെ കേസിൽ ഏരിയ, പെരിമീറ്റർ, അതുപോലെ സെക്ടർ. ഒരു സെക്ടർ ആണെങ്കിൽ അതിന്റെ സെക്ടർ, ഏരിയ, അതേപോലെ തന്നെ പെരിമീറ്റർ. ക്ലിയർ അല്ലേ? പിന്നെ ഞാൻ പറഞ്ഞു ആംഗിൾ തന്നിട്ടില്ലെങ്കിൽ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു ആർ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? പിന്നെ ഞാൻ പറഞ്ഞത് ഡയമീറ്റർ ആണെങ്കിൽ ഈ കേസ് 90 ഡിഗ്രി ആണ്. സോ നെക്സ്റ്റ് രണ്ട് ടൂളും പറഞ്ഞു. ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? ഇനി എന്ത് പറയാം? ശ്രദ്ധിക്കും. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് 3D വരാം. ഓക്കെ, 2D ഫിഗേഴ്സ് ഓക്കെ ആണ്. സോ നോക്ക്, 3 ഡയമെൻഷൻ. നമുക്ക് ഇവിടെ ആരൊക്കെ പറ്റി പഠിക്കണം? നമുക്കിവിടെ ക്യൂബിനെ പറ്റി പഠിക്കണം, ക്യൂബോയിഡിനെ പറ്റി പഠിക്കണം, സിലിണ്ടറിനെ പറ്റി പഠിക്കണം, നെക്സ്റ്റ് കോൺ, മെയിൻ ആയിട്ട് വരുന്നവന്മാരാണ് സ്ഫിയർ, അതേപോലെ ഹെമിസ്ഫിയർ. സോ ഇവന്മാരുടെ സർഫസ് ഏരിയ, ഇവന്മാരുടെ വോളിയം, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ? സോ നമുക്ക് ആദ്യം ആരെ സ്റ്റാർട്ട് ചെയ്യാം? ക്യൂബോയിഡിനെ സ്റ്റാർട്ട് ചെയ്യാം. ക്യൂബിനെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ക്യൂബ് ആൻഡ് ക്യൂബോയിഡ്. വാട്ട് ഈസ് ക്യൂബ് ആൻഡ് ക്യൂബോയിഡ്? നോക്കണം. ഇപ്പൊ സപ്പോസ് ഈ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗിൾ, ഇപ്പൊ ഞാൻ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ഫിഗറിനെ ഞാൻ 3D ആക്കി മാറ്റുകയാണെങ്കിൽ ഇതിന് എന്ത് വേണം? സപ്പോസ് ഇതിന് ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ളൂ. ഇതിന് ഞാനൊരു ഹൈറ്റ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഡയമെൻഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ ഇതിന് എങ്ങനെയായിരിക്കും കാണാണ്ടാവുക? ഇതിനെ കാണാണ്ടാവുക എങ്ങനെയായിരിക്കും? ഇങ്ങനെ ആയിരിക്കൂലേ? സോ ഇതിനെയാണ് നമ്മൾ ക്യൂബ് എന്ന് വിളിക്കുക. ഇതിനെയാണ് എന്ത് വിളിക്കുക? ക്യൂബ് എന്ന് വിളിക്കുക. സോ ക്യൂബിന് എന്തൊക്കെയുണ്ട്? ഒരു ലെങ്ത് ഉണ്ട്, ഒരു ബ്രെഡ്ത്ത് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഹൈറ്റും ഉണ്ട്. ശരിയാണോ? ഈ മൂന്ന് ഡയമെൻഷനും ഈക്വൽ ആണെങ്കിൽ, അവന്മാരെ വിളിക്കുന്ന പേരാണ് എന്തടാ? ക്യൂബ് എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? സോ ക്യൂബിന്റെ ലെങ്ത് ഈക്വൽ ടു ബ്രെഡ്ത്ത് ഈക്വൽ ടു ഹൈറ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? എൽ ഈക്വൽ ടു ബി ഈക്വൽ ടു എച്ച് ആയിരിക്കും. സോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലായിക്കോ, ഒരു ത്രീ ഡയമെൻഷൻ ഫിഗറിന് നമ്മൾ നോർമലി വോളിയം എന്ന് പറയുന്നത് എന്താണ്? എടാ ഓൾറെഡി ഏരിയ എന്ന് പറഞ്ഞ 2D ആയി. ഇനി വോളിയം എന്ന് മാറ്റുമ്പോൾ എന്താവും? ഈ ഏരിയനെ ഞാൻ എന്ത് കണ്ടുപിടിക്കുക? ഈ ബേസ് ഏരിയനെ ഞാൻ ഒരു ഫിഗറിന്റെ ഹൈറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഒരു ഹൈറ്റിനെ ഞാൻ ഏരിയനെ ഞാൻ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കിയാൽ മതി? അതെന്തായിരിക്കും? അത് വോളിയം ആയിരിക്കും. അതെന്തായിരിക്കും? വോളിയം ആയിരിക്കും. ക്ലിയർ ആണോ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഈ കേസിൽ നിങ്ങൾ വോളിയം പറ. ക്യൂബിന്റെ വോളിയം എന്താ? ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത് ക്യൂബിന്റെ ബേസ് ഏരിയ. ക്യൂബിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ അല്ലടാ. സ്ക്വയറിന്റെ ഏരിയ എന്താ? സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്. ഇതിന്റെ ഹൈറ്റ് എന്താ? ഹൈറ്റ് എന്ന് പറയുന്നത് എ ആണ്. സോ എ സ്ക്വയർ ഇൻറ്റു എ എന്താ? എ ക്യൂബ്. സോ ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത്, ക്യൂബിന്റെ സൈഡ് എ ആണെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? എ ക്യൂബ് ആണ്. എന്താണ് മക്കളെ? എ ക്യൂബ് ആണ്. സെറ്റ് ആണോ? ക്ലിയർ ആണോ? ഇനി നേരെ തിരിച്ച് ഇതിലേക്ക് വാ. അടുത്തത് വോളിയം കഴിഞ്ഞാൽ നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന കാര്യമാണ് ലാറ്ററൽ സർഫസ് ഏരിയ. ഇനി എന്താണ് ലാറ്ററൽ സർഫസ് ഏരിയ? ഇവിടെ നിങ്ങൾ ഇത്ര കാര്യം ആലോചിക്ക്. ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ആ ക്യൂബിന് മൊത്തം 6 സർഫസ് ഉണ്ട്. ശരിയല്ലേ? 6 സർഫസ് ഉണ്ട്. ഈ ഒരു ബേസ് ഏരിയയും ആ ടോപ്പിലെ ഏരിയയും ബേസിലെ ഏരിയയും ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചുറ്റും കാണുന്ന ഇപ്പൊ ഒരു വാൾ എന്നൊക്കെ പറയും. ഇപ്പൊ നമ്മളിപ്പോ ഒരു റൂമിൽ കയറി ഇരിക്കുകയാണെങ്കിൽ റൂം എന്ന് പറയുന്നത് ഒരു ക്യൂബോയിഡ് ഷേപ്പ് അല്ലെങ്കിൽ ക്യൂബ് ഷേപ്പ് ആണ്. ഇപ്പൊ ലെങ്ത് ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആണെങ്കിൽ അതൊരു ക്യൂബ് ഷേപ്പ് ആണ്. അതിന്റെ മുകളിലത്തെ ടോപ്പ് ഏരിയ, റൂഫ് ഏരിയയും അതേപോലെ നമ്മൾ നിലത്ത് ചവിട്ടി നിൽക്കുന്ന ആ ബേസ് ഏരിയയും ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ 4 ചുവരിന്റെ സൈഡാണല്ലോ കാണുക. 4 ചുവരാണല്ലോ കാണുക. ഈ 4 ചുവര് എന്ന് പറയുന്നത് ആ ഏരിയക്ക് പറയുന്ന പേരാണ് ലാറ്ററൽ സർഫസ് ഏരിയ. എന്താണ് പറയുന്നത്? ലാറ്ററൽ സർഫസ് ഏരിയ. ക്ലിയർ ആണോ? സോ ലാറ്ററൽ സർഫസ് ഏരിയയിൽ ആരുണ്ടാവില്ല? ബേസ് ഏരിയ ഉണ്ടാവില്ല, ടോപ്പ് സർഫസ് ഏരിയ ഉണ്ടാവില്ല. ടോപ്പും ഉണ്ടാവില്ല, ബേസും ഉണ്ടാവില്ല. ബാക്കിയുള്ള റിമൈനിങ് കാര്യമാണ് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇത് കാണാൻ നമ്മൾ എന്ത് ചെയ്യാം? ഏതൊരു 3D ഫിഗറിന്റെയും ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ബേസ് പെരിമീറ്റർ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. ഓക്കെ ആണോ? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. നേരത്തെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണെങ്കിൽ ഇവിടെ എന്താണ്? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. ക്ലിയർ ആണോ? പോയിന്റ് സെറ്റ് ആണോ? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ക്ലിയർ? സോ ഈ കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ വോളിയം ആണെങ്കിൽ അത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് പെരിമീറ്റർ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത് ടോട്ടൽ സർഫസ് ഏരിയ.
ശ്രദ്ധിക്കുക, ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു, ഇനി ഈ എൽ എസ് എന്റെ കൂടെ ഈ ലാറ്ററൽ സർഫസ് ഏരിയന്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യണം ടോട്ടൽ സർഫസ് ഏരിയ കിട്ടണമെങ്കിൽ? അത് നിങ്ങൾ പറ. ഞാൻ ജസ്റ്റ് നിങ്ങളോട് കമന്റ് ബോക്സിൽ ചോദിച്ചാണ്. ടോട്ടൽ സർഫസ് ഏരിയ ലാറ്ററൽ സർഫസ് ഏരിയന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടുക? ജസ്റ്റ് കമന്റ് ചെയ്ത് എന്തെങ്കിലും തിരിയുന്നുണ്ടോട്ടെ. ലാറ്ററൽ സർഫസ് ഏരിയന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടുക ക്യൂബിന്റെ? ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഏതൊക്കെ ഏരിയാസോ? പറ, കമന്റ് ചെയ്യും. വെരി ഗുഡ്. എന്തിന്റെ ഏരിയ ആണ്? എല്ലാരും പറഞ്ഞ ഒരാൾ മാത്രമാണോ പറയുന്നത്? ആ, ആരൊക്കെ ആഡ് ചെയ്യണം? ആഷിഫ, ഹന്ന, ജൽവ. എന്താണ് ഒരു ടോപ്പ് ഏരിയയും ഒരു ബേസ് ഏരിയയും? ടോപ്പ് ഏരിയയും ബേസ് ഏരിയയും. ടോപ്പും ബേസും സെയിം അല്ലേ? ടോപ്പും ബേസും സെയിം ആണെങ്കിൽ നമ്മൾ പറയും 2 ഇൻറ്റു ബേസ് ഏരിയ. ഓക്കെ ആണോ? 2 ഇൻറ്റു ബേസ് ഏരിയ. ഓക്കെ ആണോ? അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടാനുള്ള ഐഡിയ ആണ് ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു ലാറ്റർ സർഫസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ. ലാറ്റർ സർഫസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ. സെറ്റ് അല്ലേ? പോയിന്റ് ഓക്കെ അല്ലേ? റെഡി അല്ലേ? സോ ഈ കാര്യങ്ങളോടെ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് വെക്കുക. ഓക്കെ. സോ ഇനി ഓരോ ഫിഗേഴ്സ് നിങ്ങൾ നോക്കിക്കോ. ഓരോ ഫിഗേഴ്സ് നമ്മൾ എങ്ങനെയൊക്കെ പറയാം? സോ ക്യൂബിന്റെ കേസിൽ ഞാൻ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, ആദ്യം വോളിയം പറയാം. വോളിയം എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. സോ എ ക്യൂബ് ആണ്. ക്ലിയർ അല്ലേ? ഈ ലാറ്റർ സർഫസ് ഏരിയ, ലാറ്റർ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ലാറ്റർ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എത്ര സൈഡ് ഉണ്ട്? ലെറ്റർ സർഫസ് ഏരിയ 4a². 4a². ടോട്ടൽ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇനി രണ്ട് സൈഡും കൂടെ ആഡ് ചെയ്യണം 6a². സോ ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ടോട്ടൽ സർഫസ് ഏരിയ 6a² ആണ്, ലാറ്റർ സർഫസ് ഏരിയ 4a² ആണ്, വോളിയം എന്ന് പറയുന്നത് a ക്യൂബ് ആണ്. ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോ? സോ ഇതും കൂടെ യൂസ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. സോ ഇതെങ്ങനെയാ 4a² കിട്ടുന്നത്? 4a² കിട്ടുന്നത് ബേസ് പെരിമീറ്റർ എന്താ? ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4a ആണ്. ഇൻറ്റു ഹൈറ്റ് എന്താ? എ ആണ്. സോ 4a ഇൻറ്റു a². ഇതെന്താ കിട്ടുന്നത്? ടോട്ടൽ സർഫസ് ഏരിയ 4a² എത്രയും കൂടെ കൂട്ടണം? ടോപ്പിലുള്ള ബേസ് ഏരിയ a², ബേസിലുള്ള a². അങ്ങനെ മൊത്തം എത്രയായി? 6a². മനസ്സിലായോ? ഞാൻ വെറുതെ മഗപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഐഡിയ പറഞ്ഞിരുന്നത്. എപ്പോഴും വോളിയം എന്നുള്ളത് ഇനിയിപ്പോ ലാറ്റർ സർഫസ് ഏരിയ മറന്നുപോയി കഴിഞ്ഞാൽ ഇത്ര ആലോചിച്ചാൽ മതി. ഏതെങ്കിലും ഒരു ഫിഗറിന്റെ ബേസ് എന്താണോ അതിന്റെ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. ഹൈറ്റ് എന്താണോ അതെന്തായിരിക്കും. ഓക്കെ ആണോ? സോ ഇതാണ് ക്യൂബ് എന്ന് പറയുന്നത്. സോ ക്യൂബിന്റെ 3 കേസ് ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോ ഒരു ക്യൂബ് വരയ്ക്കാം. ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചോ? പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നോക്ക്, ഇതൊരു സൈഡാണ്. ഇപ്പൊ നോർമലി ഇതൊരു സൈഡാണല്ലോ. ഇപ്പൊ ക്യൂബിന്റെ ഇപ്പൊ ചോദ്യം ഇങ്ങനെയായിരിക്കും വരിക. പോയിന്റ് ഇത്രയേ ഉള്ളൂ. ചോദ്യം ഇങ്ങനെയായിരിക്കും വരിക. ഫൈൻഡ് ദ ലാർജസ്റ്റ് റോഡ് that can be placed inside a cube. Inside a cube. ഇങ്ങനെയാണ് ചോദ്യം വരാന്ന് വിചാരിക്കും. Find the length ന്റെ largest road. Okay. Find the length of largest road that can be placed inside a cube. സോ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സൈഡ് ഏതരും. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ നോക്കണം. ഇപ്പോ ഈ ഒരു സൈഡ്, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോട്ടോ. ഈ ഒരു സൈഡ്, ഇതൊരു സൈഡ്, ഇതൊരു സൈഡ്, ഈ ഒരു താഴെയുള്ള ബേസ്, ഇതിൽ വെക്കാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് ഉള്ള റോഡ് എന്ന് പറയുന്നത് ഈ ഒരു ഡയഗണൽ ആയിരിക്കുമല്ലോ. ഈ ഒരു ഡയഗണൽ, ഇപ്പൊ ഞാൻ വരച്ച ഡയഗണൽ ആയിരിക്കുമല്ലോ. ആ താഴത്തെ സൈഡിന്റെ ഡയഗണൽ ആയിരിക്കും. ഇനി നിങ്ങൾ നോക്ക്, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഈ ഒരു സൈഡ്, ഇതായിരിക്കും ഇതിന്റെ മാക്സിമം ഡയഗണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വരുന്നത്. ഇപ്പൊ ഞാൻ ഈ മാർക്ക് ചെയ്ത ഈ എ ബി, ഈ എ ബി എന്ന് പറയുന്നതിന്റെ ലെങ്ത് ആയിരിക്കും. എന്താണ്? ലെങ്ത് ആയിരിക്കും ഇതിൽ വെക്കാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് ഉള്ള റോഡ്. ഓക്കെ ആണോ? ഇതിന്റെ ഉത്തരം ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം ചെയ്താൽ മതി. √3a ആയിരിക്കും. എന്താണ്? √3a. ഓക്കെ ആണോ? പോയിന്റ് ഓക്കെ ആണോ? അതെങ്ങനെയാ വരുന്നത്? ഇത് എ ആണെങ്കിൽ ഇത് എ ആണെങ്കിൽ ഇത് √2a. ഇനി ഇത് √2a, ഇത് എ. അങ്ങനെയാണ് ഇത് 90 ഡിഗ്രി ആണ്. ഈ ഒരു ലെങ്ത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? √2a² + a² = √3a².
എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ √3a ആണ്. അപ്പം ദ ലെങ്ത് ഓഫ് ലാർജസ്റ്റ് റോഡ് ദാറ്റ് ക്യാൻ ബി പ്ലേസ് ഇൻസൈഡ് എ ക്യൂബ് ഈക്വൽ ടു എന്താണ് √3a ആണ്. അപ്പൊ സൈഡ് ഇപ്പൊ ഈ ക്യൂബിന്റെ സൈഡ് 8 സെന്റിമീറ്റർ ആണെങ്കിൽ ആ 8 സെന്റിമീറ്റർ ക്യൂബിൽ വെക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് റോഡിന്റെ ലെങ്ത് എന്താണ് 8√3 ആയിരിക്കും. ക്ലിയർ ആണോ? സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ക്ലിയർ ആണോ? പോയിന്റ് സെറ്റ് ആണോ? പോയിന്റ് സെറ്റ് ആണോടാ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ പറ, അടുത്തേക്ക് പോകും. ക്ലിയർ ആണ് അല്ലെ? ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. എന്നാ അടുത്ത പോയിന്റ് നോക്കും. ഓക്കെ, നെക്സ്റ്റ്. സോ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ വോളിയം പറഞ്ഞു, ടോട്ടൽ സർഫസ് ഏരിയ പറഞ്ഞു, ലാറ്റർ സർഫസ് ഏരിയ പറഞ്ഞു. ഇനി ക്യൂബോയിഡ്. ക്യൂബോയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഇതിന്റെ ലെങ്ത് ഇതിന്റെ ഇങ്ങനെ ആയിരിക്കും. സോ ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആണെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആണെന്ന് ഒരു നിർബന്ധമില്ല. സെയിം ആയി കഴിഞ്ഞാൽ അത് നമ്മൾ ക്യൂബ് എന്ന് വിളിക്കും. സെയിം അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അതിന് ക്യൂബോയിഡ് എന്ന് പറയും. സോ ഇതിന്റെ ലെങ്ത് L ആണ്, ഇതിന്റെ ബ്രെഡ്ത്ത് B ആണ്, സോ ഇതിന്റെ ഹൈറ്റ് എന്താണ്? H ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി നോർമലി നമ്മൾ പഠിച്ച ഐഡിയാസിലേക്ക് പോവാം. നമുക്ക് ഇതിന്റെ വോളിയം കാണാം. വോളിയം കാണണമെങ്കിൽ ഞാൻ എന്തുകൊണ്ടുണ്ട്? വോളിയം എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണെങ്കിൽ ബേസ് എന്താ? ബേസ് എന്ന് പറയുന്നത് എന്താടാ? ബേസ് ഏരിയ എന്ന് പറയുന്നത് ബേസ് റെക്ടാംഗിൾ ആണ്. ലെങ്ത് എന്താ? ലെങ്ത് ഇൻറ്റു ബി. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് H ആയിരിക്കും. സോ വോളിയം എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ ആണോ? ഇനി അടുത്തത് ടോട്ടൽ സർഫസ് ഏരിയ. അടുത്തത് എന്താ? അടുത്തത് ടോട്ടൽ സർഫസ് ഏരിയ. ലാറ്റർ സർഫസ് ഏരിയ ആദ്യം എഴുതാം. ലാറ്റർ സർഫസ് ഏരിയ. ലാറ്റർ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്ത് വരണം? ബേസ് ഏരിയ ഇൻറ്റു ബേസ് പെരിമീറ്റർ. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. അപ്പൊ എന്ത് വരും? ബേസ് പെരിമീറ്റർ 2 ഇൻറ്റു L പ്ലസ് ബി ഇൻറ്റു എച്ചും കൂടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 2H ഇൻറ്റു L പ്ലസ് ബി. ഓക്കെ ആണോ? സോ ഇനി എന്ത് മൾട്ടിപ്ലൈ? 2 ഇങ്ങോട്ട് എടുത്തു. ഞാൻ ഉള്ളോട്ട് നോക്കി കഴിഞ്ഞാൽ 2 ഇൻറ്റു LH പ്ലസ് BH. LH പ്ലസ് BH. ഈ ടോട്ടൽ സർഫസ് ഏരിയ എന്ത് വരും? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 ഇൻറ്റു ബേസ് ഏരിയ. 2 ഇൻറ്റു ബേസ് ഏരിയ പ്ലസ് ലാറ്റർ സർഫസ് ഏരിയ. അപ്പൊ എന്ത് ചെയ്യണം? 2 ഇൻറ്റു ബേസ് ഏരിയ. ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ LB ആണ്, പ്ലസ് 2 ഇൻറ്റു LH പ്ലസ് BH. ഇത്രയൊന്നും എഴുതണ്ട, ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. 2 ഇൻറ്റു LB പ്ലസ് 2 ഇൻറ്റു LH പ്ലസ് 2 ഇൻറ്റു BH. ഇനി ഞാൻ ഇതിനെ 2 പുറത്തെടുത്താലോ? 2 ഇൻറ്റു LB പ്ലസ് 2 ഇൻറ്റു BH പ്ലസ് 2 ഇൻറ്റു LH. ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ. സോ മെയിൻ ആയിട്ട് പഠിക്കേണ്ട രണ്ട് കാര്യമേ ഉള്ളൂ. ഒന്ന്, ഒരു ക്യൂബോയിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH. ഇനി അതിന്റെ വോളിയം എന്ന് പറയുന്നത് L ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഓക്കെ ആണോ? ഇനി ഇതിലും വെക്കാൻ പറ്റുന്ന മാക്സിമം ഡയഗണൽ. ഡയഗണൽ എന്ന് പറയുന്നത് അങ്ങനെ ചോദ്യം വരും. മാക്സിമം റോഡ് ലെങ്ത് ഓഫ് ലാർജസ്റ്റ് റോഡ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് റൂട്ട് ഓഫ്, ശ്രദ്ധിച്ചു വെച്ചോ, റൂട്ട് ഓഫ് L സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് H സ്ക്വയർ ആയിരുന്നു. ഓക്കെ ആണോ? സോ ഈ പോയിന്റ് കൂടെ യൂസ് ചെയ്യാം. അപ്പം സൈഡ് എക്സ് ആണെങ്കിൽ ഒരു ക്യൂബോർഡിന്റെ കേസിൽ L ഈക്വൽ ടു 4 സെന്റിമീറ്റർ, ബി ഈക്വൽ ടു 5 സെന്റിമീറ്റർ, ഹൈറ്റ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഓരോ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം? വോളിയം എന്ന് പറയുന്നത് 4 ഇൻറ്റു 5 ഇൻറ്റു 8 ആയിരിക്കും. സോ 160 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. ഓക്കെ, അടുത്തത് അടുത്തതെന്ന് പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 2 ഇൻറ്റു 4 ഇൻറ്റു 5 പ്ലസ് 5 ഇൻറ്റു 8 പ്ലസ് 8 ഇൻറ്റു 4. അപ്പൊ എത്ര വരും? 2 ഇൻറ്റു 20 പ്ലസ് 40 പ്ലസ് 32. സോ 2 ഇൻറ്റു 40ഉം 60ഉം 82. സോറി, 92. അപ്പൊ ഇതൊരു 184 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? സോ ഇനി ലെങ്ത് ആണെങ്കിലോ, ലെങ്ത് ഓഫ് ലാർജസ്റ്റ് റോഡ് എത്രയാണ്? ലെങ്ത് ലാർജസ്റ്റ് റോഡ്. ഇതൊക്കെ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. സോ ജസ്റ്റ് യൂസ് ചെയ്ത് വെക്കാം. ഓക്കെ, റൂട്ട് ഓഫ്
എത്രയാണ് സ്ക്വയർ വരണം? 4² പ്ലസ് 5² പ്ലസ് 8². അപ്പൊ എത്ര വരും? √16 പ്ലസ് 25 പ്ലസ് 64. ഓക്കെ അല്ലേ? സോ റൂട്ടോ 5 4 9 16 25 64 6 10 15 6 8 9 105 √105. സോ ഇതായിരിക്കും ലാർജസ്റ്റ് റോഡിന്റെ ലെങ്ത് വരും. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോടോ? സെറ്റ് ആണോ? ജസ്റ്റ് കമന്റ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ക്ലിയർ? ഓക്കെ, റെഡി 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 അല്ലേ? ഓക്കെ, സെറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്താ? ക്യൂബ് പറഞ്ഞു, അതേപോലെ ക്യൂബോയിഡ് പറഞ്ഞു, ക്യൂബോയിഡിന്റെ കാര്യങ്ങൾ പറഞ്ഞു, മെയിൻ ആയിട്ടുള്ള കാര്യം പറഞ്ഞു, ലെങ്ത് ഓഫ് ലാർജസ്റ്റ് റോഡ് വരെ പറഞ്ഞു. √(L² + B² + H²). സെറ്റ് അല്ലേ? ഓക്കെ. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കും. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് സിലിണ്ടർ. എന്താണ് സിലിണ്ടർ? സോ വാട്ട് ഈസ് സിലിണ്ടർ? എന്താണ് സിലിണ്ടർ? സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3D ആണ്. ഒരുപാട് ഡിസ്കുകൾ നമ്മൾ നോർമലി പഠിക്കുന്നതായിരിക്കും. ഒരുപാട് ഡിസ്ക്, പൈൽ ഓഫ് കോയിൻസ് അല്ലെങ്കിൽ ഡിസ്കുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്താണ്? നമുക്ക് അറേഞ്ച് ചെയ്യുന്ന ഷേപ്പ്, നമുക്ക് കിട്ടുന്ന ഷേപ്പാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. സോ ഈ ഒരു ഷേപ്പിനാണ് നമ്മൾ എന്ത് പറയാ? നമ്മൾ സിലിണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ സിലിണ്ടറിന്റെ ഈ ഒരു ഹൈറ്റ്, സിലിണ്ടറിന്റെ ഈ ഒരു ഹൈറ്റിനെ ഞാൻ എച്ച് എന്ന് വിളിച്ചു. ഓക്കെ ആണോ? സോ ഇതിനെന്താണ് ഞാൻ വിളിക്കുന്നത്? ഇതിനെ ഞാൻ വിളിക്കുന്നു എച്ച്. എച്ച് എന്ന് വിളിച്ചു. ഓക്കെ. സോ നെക്സ്റ്റ്, ഇനി ഇവിടെ റേഡിയസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ഞാൻ പറഞ്ഞു ഒരുപാട് ഡിസ്കുകളല്ലേ, അപ്പൊ ഡിസ്കിന് റേഡിയസ് ഉണ്ടാവുമല്ലോ. സോ ഈ റേഡിയസ് ആണ് ആർ. എന്താണ്? ആർ. ആർ. ഓക്കെ ആണോ? സോ എച്ച് ആൻഡ് ആർ. ഇനി ഞാൻ പറയുന്ന കേസ് കേട്ടോ, നമുക്ക് ഈ കേസ് സിലിണ്ടറിലേക്ക് വരുന്ന സമയത്ത് സിലിണ്ടറിന് ഒരിക്കലും ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾക്കറിയാം ഒരു സിലിണ്ടറിന്റെ ചുറ്റിലുള്ള ഏരിയ എന്താ? അതൊരു ചുറ്റുന്ന ആ ഒരു കേർവ്ഡ് സർഫസ് ഏരിയ അല്ലേ, കേർവ്ഡ് ചെയ്തുള്ള ഒരു പോർഷൻ അല്ലേ. സോ ആ കേസിൽ നമ്മൾ ഇവന്മാരെ ഏരിയനെ പറയുന്നത്, നമുക്ക് സിലിണ്ടറിന്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് വോളിയം. വോളിയം ഈസിയാണ്. വോളിയം എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പൊ നിങ്ങൾ പറ, ഒരു സിലിണ്ടറിന്റെ ബേസ് എന്ത് ഷേപ്പാ? സോ ഈ ബേസ് ഏരിയന്റെ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്? അതൊന്ന് കമന്റ് ചെയ്തേ. സിലിണ്ടറിന്റെ കേസിൽ ഈ ബേസ് ഏരിയന്റെ ഇവിടെ ഞാൻ എന്താ ചെയ്തോ? അതൊന്ന് പറഞ്ഞോ. എല്ലാരും പറ. ആഷ്മിൻ, അഖില, അപർണ, ഹനീന, ജൽവ, പ്രതീക, രവി, രവീണ, ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ. കമന്റ് ചെയ്യടാ. എന്തായിരിക്കും? എടാ ഈ ഷേപ്പ് എന്താണ്? ഇമാജിൻ ചെയ്യടാ, ഒരു സിലിണ്ടർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ബേസ് എന്ന് പറയുന്നത് എന്ത് ഏരിയ ആയിരിക്കും? സോ ബേസിന്റെ ഏരിയ എന്താ? ബേസിന്റെ ഏരിയ പറ. ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ട്. ശരിയാണോ? പയ്യാച്ചു എന്ന് പറയുന്നത് ശരിയാണോ? എല്ലാവരും കമന്റ് ചെയ്യും. കാണുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. സിലിണ്ടറിന് താഴെ വരുന്ന ഏരിയ എന്തിന്റെ ആയിരിക്കും? ആ, സിലിണ്ടറിന് താഴെ വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ ആയിരിക്കും അല്ലെ? ആ. എടാ ആലോചിക്കടാ, ഒരു സിലിണ്ടർ πr², അതായിരിക്കും പറഞ്ഞത് അല്ലെ? ഓക്കെ. πr². സിലിണ്ടറിന്റെ താഴെ വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ സർക്കിൾ അല്ലേ? നിങ്ങൾ നമ്മളെന്താ ഡിസ്ക് എന്നല്ല, ഡിസ്ക് ഒക്കെ എന്ത് ഷേപ്പാ? ഡിസ്ക് ഒക്കെ എന്താ? സർക്കിൾ ആണ്. സർക്കിളിന്റെ ഏരിയ എന്താ? πr² ആണ്. സോ πr² ഇൻറ്റു എച്ച് ആണ്. സോ വോളിയം എന്ന് പറയുന്നത് അതിന്റെ സിലിണ്ടറിന്റെ വോളിയം എപ്പോഴും എന്താണ്? πr² ഇൻറ്റു എച്ച് ആണ്. തെറ്റിക്കരുത്. πr² ഇൻറ്റു എച്ച്. ഞാൻ പറഞ്ഞു സിലിണ്ടറിന്റെ കേസിൽ നമ്മൾ എന്തേ പറയുള്ളൂ? സിലിണ്ടറിന്റെ കേസിൽ നമ്മൾ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയില്ല, കേർവ്ഡ് സർഫസ് ഏരിയ എന്നേ പറയുള്ളൂ. ഓക്കെ ആണോ? കേർവ്ഡ് സർഫസ് ഏരിയ. സോ സിലിണ്ടറിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുക? സോ 2πr. ഞാൻ പറഞ്ഞത് LSA അല്ലെങ്കിൽ CSA കാണാൻ എന്ത് ചെയ്താൽ മതി? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ പോരെ. സോ 2πr ഇൻറ്റു എച്ച്. സോ CSAന്റെ ഇക്വേഷൻ എന്താ? 2πr. ക്ലിയർ ആണോ? 2πr. സോ ഓർത്തിരിക്കുക. സോ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. വോളിയം എന്ന് പറയുന്നത് πr²h ആണ്. അതുപോലെ CSA എന്ന് പറഞ്ഞാൽ 2πrh ആണ്. ഇനി ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നതോ? ഈ 2πrhന്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യണം? രണ്ട് ബേസ് ഇല്ലേ?
താഴെ ഒരു സർക്കിൾ, മുകളിൽ ഒരു സർക്കിൾ. അപ്പൊ എത്ര സർക്കിളും കൊണ്ട് ഏരിയ ആഡ് ചെയ്യണം? 2πr². ഇത് 2πr പുറത്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? H+ ആണ്. ഓക്കെ ആണോ? ഇതാണ് സിലിണ്ടറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. 2πr × r+h, 2πr × r+h, 2πr × r+h. ക്ലിയർ ആണോ? സോ ഒന്നുകൂടെ ജസ്റ്റ് ചെയ്ത് തരാം. വോളിയം എന്ന് പറയുന്നത് എന്താണ്? വോളിയം എന്ന് പറയുന്നത് πr²h ആണ്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ CSA, കേർഡ് സർഫസ് ഏരിയ എന്താ? കേർഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πrh ആണ്. ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താ? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr × r+h ആണ്. സോ ഈ 3 ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലിണ്ടറിന്റെ ഒട്ടുമിക്ക എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? പോയിന്റ് ഓക്കെ ആണോ? സെറ്റ് ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയാം കമന്റ് ബോക്സിൽ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ? ഇതൊക്കെ എഴുതി വെക്കുന്നുണ്ടോടാ? സോ ക്ലാസ് കാണാൻ മാത്രമാണോ ഇതൊക്കെ എഴുതി വെക്കുന്നുണ്ടോ? സോ ക്ലാസ്സിന്റെ അവസാനം ഈ PDF വേണോ? എന്താണ് എഴുതി വെക്കുന്നത്? നോട്ട് എഴുതി വെക്കുന്നുണ്ടോ? നോട്ട് എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ട് അല്ലേ? ഓക്കെ. ഓക്കെ. ഓക്കെ, എഴുതുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ശ്രദ്ധിച്ചു. സോ സിലിണ്ടറായി, ടോട്ടൽ സർഫസ് ഏരിയ, കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി എന്താണ് കോൺ എന്നതാണ് അടുത്ത പറയുന്നത്. ഓക്കെ ആണോ? ശ്രദ്ധിച്ചിരിക്കും. സോ വാട്ട് ഈസ് കോൺ? എടാ ഒന്നുമില്ല, ഈ സിലിണ്ടറിനെ തന്നെ ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തു എന്ന് വിചാരിക്കും. ഈ ഒരു പോർഷനിൽ കട്ട് ചെയ്തു എന്ന് വിചാരിക്കും. സോ ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന കോൺ ഷേപ്പ് ഉണ്ട്. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. സോ ഇതിനെയാണ് നമ്മൾ കോൺ എന്ന് പറയുന്നത്. സോ സിലിണ്ടറിന്റെ വോളിയത്തിന്റെ 1/3 പാർട്ടാണ് കോൺ ഉണ്ടാവുക. ഓക്കെ ആണോ? അത് ഇപ്പോഴേക്ക് പഠിച്ചു വെച്ചാൽ വേറെ പ്രത്യേകിച്ച് കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. സോ നോക്ക് നെക്സ്റ്റ് കോൺ. കോൺ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ അപ്പെക്സ് എന്ന് പറയുന്നത്, ഇതിന്റെ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ്? ഒരു പോയിന്റ് ആണ് അല്ലെ? നമുക്ക് ഇതിന് ബേസ് ടോപ്പ് ഏരിയ എന്ന് പറയാൻ പറ്റില്ല. ഇതിനൊരു ബേസ് ഏരിയ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനൊരു ടോപ്പ് ഏരിയ ഉണ്ടാവില്ല. വേറെ അല്ലേ? പോയിന്റ് സെറ്റ് അല്ലേ? സോ ഈ കേസിൽ സിലിണ്ടറിന്റെ റേഡിയസ് ആണ് ഇതെന്ന് വിചാരിക്കും. സോ സിലിണ്ടറിന്റെ റേഡിയസ് ആണ്. സോ സിലിണ്ടറിന്റെ H ഹൈറ്റ് ആണ്. ഇനി ഈ ഒരു പോർഷന് പറയുന്ന പേരാണ്, സ്ലാന്റ് ഹൈറ്റ് അഥവാ L. എന്താണ് പറയുന്നത്? സ്ലാന്റ് ഹൈറ്റ്. ഓക്കെ ആണോ? സ്ലാന്റ് ഹൈറ്റ്. അപ്പൊ ഇതിന് ഇനി ചെരിവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്ത് പറയും? ചെരിവ്, സ്ലാന്റ് ഹൈറ്റ് എന്ന് വിളിക്കാം. ഓക്കെ ആണോ? സോ ഈ റിലേഷൻ എന്താണ്? H². ഇതൊരു പൈതഗോറസ് 90° ഒക്കെ എടുക്കാലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും H² + R² = L² ആയിരിക്കും. ഓക്കെ അല്ലേ? കോണിന്റെ കേസിൽ H² + R² = L² ആണ്. ക്ലിയർ ആണോ? പോയിന്റ് ഓക്കെ ആണോ? സോ ഈ കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കുക. സോ ഇനി ഈ കേസിൽ ബേസ് ഏരിയ എന്താ വരിക? ഇതിന്റെ വോളിയം എന്താ വരിക? ഞാൻ പറഞ്ഞു സിലിണ്ടറിന്റെ വോളിയത്തിന്റെ 1/3 എടുത്താൽ മതി. 1/3 ഓഫ് വോളിയം ഓഫ് സിലിണ്ടർ. ഓക്കെ അല്ലേ? സോ വോളിയം ഓഫ് സിലിണ്ടർ = 1/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഉത്തരം വരും? 1/3 πr²h. ഇതാണ് വോളിയം ഓഫ് കോൺ. ഓക്കെ ആണോ? സോ റേഡിയസ് ആണ്, മറ്റേത് ഹൈറ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി ഞാൻ പറഞ്ഞു ഇതിനെന്തുണ്ട്? ഇതിനൊരു കേർവ്ഡ് സർഫസ് ഏരിയ ഉണ്ട്. CSA എന്ന് പറയുന്നത്. ശരിയാണോ? മറ്റേടത്തും കേർവ്ഡ് സർഫസ് ഏരിയ ഉണ്ടായിരുന്നല്ലോ. സോ ഈ കേസിൽ കേർവ്ഡ് സർഫസ് ഏരിയ ഒരു L വന്നുകൊണ്ട് ആള് മാറി πrl ആയി മാറി. ഓക്കെ ആണോ? πrl ആയി മാറി. ഓക്കെ. πrl. സോ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? πrl ആണ്. ഇനി നെക്സ്റ്റ് ടോട്ടൽ സർഫസ് ഏരിയ എന്താ? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ താഴത്തെ ബേസും കൂടെ ആഡ് ചെയ്യണം. πr² + πr. πr പുറത്തെടുത്താൽ L+r ആയി. ഓക്കെ ആണോ? സോ ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ = πr × r+l. ക്ലിയർ അല്ലേ? സോ 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. വോളിയം 1/3 πr² ആണ്. ടോട്ടൽ സർഫസ് ഏരിയ πr × r+l ആണ്. കേർവ്ഡ് സർഫസ് ഏരിയ πrl ആണ്. സോ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടാൻ ഒന്നെങ്കിൽ ലാറ്റർ സർഫസ് ഏരിയയുടെ ബേസ് ഏരിയ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കേർവ്ഡ് സർഫസ് ഏരിയയുടെ ബേസ് ഏരിയ. ക്ലിയർ അല്ലേ? മുകളിലെ സർഫസ് ഉണ്ടെങ്കിൽ 2 × ബേസ് ഏരിയ ആഡ് ചെയ്യുന്നു. ഇവിടെ 2πr² ആഡ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? കാരണം ഇതിൽ മുകളിൽ ഇതില്ല, സർഫസ് ഇല്ല. മുകളിലൊരു പോയിന്റ് മാത്രമല്ലേ. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? സോ കോണും പഠിച്ചു. ക്ലിയർ അല്ലേ? നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു? കോൺ പഠിച്ചു, സിലിണ്ടർ പഠിച്ചു, ക്യൂബോയിഡ് പഠിച്ചു, ക്യൂബ് പഠിച്ചു.
അല്ലെ? ഇത്രയാണ് 3D ഫിഗേഴ്സിൽ പഠിച്ചത് അല്ലെ? ഓക്കെ, നെക്സ്റ്റ് നോക്ക്. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഷേപ്പ് വന്നിടാം. ഇപ്പൊ ഇതേ കോണ്, ഈ കോണ് തന്നെ ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്യാന്ന് വിചാരിക്കും. സോ ഇത് R ആണ്, ഇത് H ആണ്, ടോട്ടൽ ഇത് H ആണ്. ഓക്കെ അല്ലെ? ഇനി ഞാൻ ഇതിനെ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യും. ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്താൽ ഇത് എന്ത് ഷേപ്പിലാണ് വരിക? ഈ ഷേപ്പ് എങ്ങനെ വരിക? സോ ഞാൻ ഇവിടെ വരയ്ക്കാം. ഇങ്ങനെ ഷേപ്പ് അല്ലേ നമുക്ക് കിട്ടുക? അപ്പൊ അതിന്റെ ടോപ്പ് പോയി. അങ്ങനെയാണെങ്കിൽ ഇവനെയാണ് ഞാൻ വിളിക്കുന്നത്. ഇവന്റെ പേരാണ് ഫ്രസ്റ്റം. എന്താണ് വിളിക്കുക? ഫ്രസ്റ്റം. ഫ്രസ്റ്റം ഓഫ് എ കോൺ. സോ ഫ്രസ്റ്റം ഓഫ് എ കോൺ. സോ ഈ ഒരു ഷേപ്പ് കാണാൻ വേണ്ടിയുള്ള സിമ്പിൾ ഐഡിയ ആണ്, നമ്മളെ ബക്കറ്റ് ഒക്കെ ഇല്ലേ, ബക്കറ്റ് ഒക്കെ ഈ ഷേപ്പ് ആയിരിക്കും, ഫ്രസ്റ്റം ആയിരിക്കും. ഓക്കെ ആണോ? ഫ്രസ്റ്റം ഓഫ് കോൺ. സോ ഇതിനൊരു പോയിന്റ് ഉണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഇത് നോക്കി, ഇതിന്റെ ഹൈറ്റ് ഇതാണ്, ശ്രദ്ധിച്ചിക്കണം. സോ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റിലുള്ളതാണ് ഇതിന്റെ ഹൈറ്റ് വരിക. ഓക്കെ അല്ലേ? ഇതിന്റെ ഹൈറ്റ് വരിക. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ റേഡിയസ് നിങ്ങൾക്ക് ഇപ്പൊ സപ്പോസ് R1 ആണെങ്കിൽ, ഈ റേഡിയസ് എന്ന് പറയുന്നത് സപ്പോസ് സ്മോൾ ആർ ആണെങ്കിൽ, മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ റേഡിയസ് സെയിം അല്ല. ഈ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ആർ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറും ആറും ഡിഫറെന്റ് ആണ്. സോ ഈ ഒരു ഷേപ്പ്, ഈ ലെങ്ത് എന്ന് പറയുന്നത് L തന്നെയാണ്. ഇതിൽ പ്രത്യേകിച്ച് മാറ്റമില്ല. സോ ഫ്രസ്റ്റം ഓഫ് എ കോൺ, ഫ്രസ്റ്റം ഓഫ് എ കോൺ നിങ്ങൾ പഠിക്കണം. ഫ്രസ്റ്റം ഓഫ് എ കോൺ എന്ന് പറയുന്നത് കേസ് സെറ്റ് ആണ്. സോ ഫ്രസ്റ്റം ഓഫ് എ കോണിന്റെ വോളിയം എന്ന് പറയുന്നത്, വോളിയം ശ്രദ്ധിച്ചിരുന്നോ? വോളിയം ശ്രദ്ധിക്കണം. വോളിയം, വോളിയം എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുന്നത്? വോളിയം എന്ന് പറയുന്നത് കോണ് പറയുന്ന പോലെ തന്നെ 1/3π. R² അവിടെ മാറും. R² അവിടെ ആര് വരണം? വലിയ ക്യാപിറ്റലിന്റെ സ്ക്വയർ പ്ലസ് ചെറിയ ആറിന്റെ സ്ക്വയർ പ്ലസ് R×R. അതിന്റെ കാരണം ഇവിടത്തെ ആറും ഡിഫറെന്റ് ആണ്. സോ റേഡിയസിന്റെ അവിടെ നിങ്ങൾ എന്ത് കൂട്ടിയ 1/3π ഇൻറ്റു R²+R²+R×R×H ആണ്. ഓക്കെ ആണോ? സോ ഈ കാര്യം കൂടെ ആലോചിക്കുക. എന്റെ കേർഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് പൈ, ആറിന്റെ അവിടെ മാറ്റിയാൽ മതി, R+R ഇട്ടാൽ മതി, R+R×L. അതേപോലെ ഇനി അധികം ഇത് എങ്ങനെയാ വരുന്നത് ഓവർ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഈ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ ആണോ? വോളിയം ആൻഡ് ഷേപ്പ്. സോ ഈ ഷേപ്പ് അറിയാണ്ട് പോകരുത്, അതിനുവേണ്ടി പറഞ്ഞുള്ളൂ. കുറച്ച് ചിലപ്പോഴേ ക്വസ്റ്റ്യൻസ് വരണ്ടാവുള്ളൂ, എന്നാലും അറിഞ്ഞു വെക്കുക. കോണിന്റെ ഫസ്റ്റത്തിന്റെ വോളിയം 1/3π ഇൻറ്റു R²+R²+RR×H. കാരണം രണ്ട് റേഡിയസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ ആണോ? സോ ഈ ഷേപ്പ് ആണ് ഫ്രസ്റ്റം എന്ന് പറയുന്നത്. സോ നോർമലി നമ്മൾ സിലിണ്ടർ പഠിച്ചു, കോൺ പഠിച്ചു. കോണിന്റെ ടോപ്പ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ് ആണ് എന്ത് എന്ന് പറയുന്നത്? ഫ്രസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് സ്പിയർ. സ്പിയർ വളരെ സിമ്പിൾ ആണ്. സ്പിയർ, സോ ദിസ് ഈസ് സ്പിയർ. സോ സ്പിയറിന് നമുക്കൊരു റേഡിയസ് R ഉണ്ട്. ഓക്കെ ആണോ? റേഡിയസ് R ഉണ്ടാവും. ഓക്കെ ആണ്. സോ ഈ റേഡിയസ് AB ആണെങ്കിൽ ഇതിന്റെ വോളിയം എന്ന് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത് 4/3, നമുക്ക് നോർമലി യൂസ് ചെയ്ത കാര്യമായിരിക്കും, 4/3πR³ ആണ്. ഇനി ഇതിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πR² ആണ്. 4πR². സോ ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഹെമിസ്ഫിയർ ആണെങ്കിലോ? ഹെമിസ്ഫിയർ സോ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അത് നോക്ക്. സോ ഇങ്ങനെയാണ് ഹെമിസ്ഫിയർ ഉണ്ടാവുക. സോ ഈ ഒരു റേഡിയസ്, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള റേഡിയസ് R ആണെങ്കിൽ, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള റേഡിയസ് R ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ വോളിയം എന്ന് പറയുന്നത്, ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് 2/3πR³ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിയറിന്റെ നേരെ പകുതിയല്ലേ ഉള്ളൂ. സോ വോളിയം 2/3πR³ ആയിരിക്കും. സർഫസ് ഏരിയ ഓക്കെ, ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ അല്ല, ആദ്യം കേർഡ് സർഫസ് ഏരിയ എന്ത് വരും? കേർഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2πR² ആണ്. ഇത്രയാണ് 2πR². ഓക്കെ ആണോ? 2πR². ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ബേസ് ഏരിയയും കൂടെ കൂട്ടണം. അങ്ങനെ ആകുമ്പോൾ 2πR²+πR² 3πR². ഓക്കെ ആണോ? സോ ഈ 3 പോയിന്റും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? സോ കേർഡ് സർഫസ് ഏരിയ 2πR², ടോട്ടൽ സർഫസ് ഏരിയ 3πR², വോളിയം എന്ന് പറഞ്ഞാൽ 2/3πR³. ഇനി ഇതാണെങ്കിലോ, സ്പിയർ ആണെങ്കിൽ അവിടെ കേർഡ് സർഫസ് ഏരിയ ഇല്ല, അവിടെ ടോട്ടൽ സർഫസ് ഏരിയ ഉള്ളൂ. ടോട്ടൽ സർഫസ് ഏരിയ
സോ 4πr². ക്ലിയർ ആണോ? ഇതുവരെ ഓക്കെ ആണോ? പോയിന്റ് ഓക്കെ ആണോടാ? ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? ഓക്കെ, അടുത്ത പോയിന്റ് കേട്ടോ. സോ നെക്സ്റ്റ് ആണ് ഹോളോസ്പിയർ. ഹോളോസ്പിയർ. സോ ഈ റേഡിയസ് ആണ്, ഈ ഒരു റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ ആണ്. എടാ, ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ കേസിലെ വോളിയം. വോളിയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ, ഹോളോസ്ഫിയർ ആണ്. ഇമാജിൻ ചെയ്താൽ മതി. സോ 4/3 പൈ ഇൻറ്റു ആർ ക്യൂബിന് അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ആർ ക്യൂബ് മൈനസ് ആർ ക്യൂബ്. ഓക്കെ ആണ്. സോ ഒറ്റ പോയിന്റ് പഠിക്കാനുള്ളൂ. ഇനി ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr². ഇനി അതിന്റെ ഉള്ളിൽ ഒരു സർഫസും കൂടെ ഉണ്ടാവില്ല, ഹോളോ അല്ലേ? സോ അതിന്റെ ആ സർഫസ് ഏരിയ എന്താണ്? ഈ ഒരു ഉള്ളിൽ വരുന്ന ഈ ഒരു സർഫസ് ഏരിയ. അപ്പൊ അതെന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആർ ആയിരിക്കില്ലേ? 4πr². സോ ഈ ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്യും. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? സോ ഈ ഒരു പോയിന്റും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി കഴിഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യാം. ശ്രദ്ധിക്കും. ഇനി അടുത്തൊരു പോയിന്റ് ആണ് പ്രിസം. വാട്ട് ഈസ് പ്രിസം? എന്താണ് പ്രിസം? പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ടു ഐഡന്റിക്കൽ ആൻഡ് പാരലൽ polygonal bases connected by rectangular faces. ഓക്കെ. സോ ഈ കേസിൽ ഇപ്പൊ നോർമലി നമ്മളൊരു ട്രയാങ്കുലർ പ്രിസം വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കണം? സോ ആദ്യം ഒരു ബേസ് ഉണ്ടാവും, ആദ്യം ഒരു ട്രയാങ്കുലർ ബേസ് ഉണ്ടാവും. സോ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഇവിടെയാണെങ്കിൽ, സോ ഇനി ഇതിനെ എന്തുകൊണ്ട് കണക്ട് ചെയ്യണം? ഒരു റെക്ടാങ്കുലർ ഫേസ് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ അതിങ്ങനെ വരൂലേ? ഇനി എന്ത് ചെയ്യണം? ഇതിനെ എനിക്ക് 3D ആക്കണം. 3D ആക്കണം എന്ന് പറയുമ്പോൾ ഒരു സർഫസ് ഇങ്ങനെ വരും. ഇമാജിൻ ചെയ്താൽ മതി, ഇങ്ങനെ വരും. ഇത് എങ്ങോട്ട് കണക്ട് ചെയ്യണം? ഈ ഒരു സൈഡ്. അപ്പം രണ്ട് സൈഡ് അതിൽ ടു ഐഡന്റിക്കൽ എന്ന് പറയുമ്പോൾ ഇവിടെയും ട്രയാങ്കിൾ ആണ്, ഇവിടെയും ട്രയാങ്കിൾ ആണ്. അപ്പൊ ടോപ്പും ബോട്ടും സെയിം ആണ്. ടു ഐഡന്റിക്കൽ ആൻഡ് പാരലൽ. സോ പാരലൽ ആൻഡ് കണക്ടഡ് ബൈ റെക്ടാങ്കുലർ ഫേസ്. ഇതും റെക്ടാങ്കിൾ. സോ ഇതെന്താണ്? റെക്ടാങ്കിൾ ആണ്. സെറ്റ് ആണോ? പോയിന്റ് ഓക്കെ ആണോ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം? പോളിഗോണിയൽ ബേസ് എന്ന് പറയും. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനെ റെക്ടാങ്കിളിന്റെ പ്രിസം ആണെങ്കിൽ വരുന്നെങ്കിലോ, ഇതെന്താണ്? ഇത് ട്രയാങ്കുലർ പ്രിസം. ട്രയാങ്കുലർ പ്രിസം. റെക്ടാങ്കുലർ പ്രിസം എങ്ങനെ വരയ്ക്കാം? ഓക്കെ. സോ ഇപ്പൊ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവല്ലോ, ഇതാണ് എന്ത്? റെക്ടാങ്കുലർ പ്രിസം. സോ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. റെക്ടാങ്കുലർ പ്രിസം. സോ ഈ രണ്ട് കേസിന്റെയും നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചു വെച്ചോ. ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ് വരിക? ഏരിയ ഓഫ് റെക്ടാങ്കുലർ ഫേസ് പ്ലസ് ഏരിയ ഓഫ് പോളിഗണൽ ബേസസ്. അധികം പഠിക്കണ്ട, ഈസി ആയിട്ട് ഇത്ര പഠിച്ചാൽ മതി. വോളിയം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഏരിയ ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ താഴെ ട്രയാങ്കുലർ ആണെങ്കിൽ ട്രയാങ്കിളുടെ ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. സിമ്പിൾ. പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇനി പിരമിഡ്. അടുത്ത ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു പോയിന്റ് ആണ് പിരമിഡ്. എന്താണ് പിരമിഡ്? പിരമിഡ് എന്ന് പറയുകയാണെങ്കിൽ വൺ പോളിഗണൽ ബേസ് ആൻഡ്
നേരത്തെ റെക്ടാങ്കുലർ ബേസ് ആണ്, ഇവിടെ എന്ത് ബേസ് ഫേസ് വരിക? ട്രയാങ്കുലർ ഫേസ്. Faces that meet at a common vertex. കോമൺ വെർട്ടെക്സ്. സോ അതെങ്ങനെയായിരിക്കണം? സോ ഞാൻ പറഞ്ഞുതരാം. ഒരു കോമൺ വെർട്ടെക്സ്, നേരത്തെ ഒരു പോയിന്റ് ആയിരിക്കും, ഒരു അപ്പെക്സ് ഉണ്ടാവും. സോ ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ വെച്ചു. നിങ്ങൾക്കറിയാം പിരമിഡ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്ത് ചെയ്തു? ഇവിടെ ഞാൻ ഇങ്ങോട്ടേക്ക് വെച്ചു. സോ ഈ പോയിന്റ് ആണ് ബേസ്. ഇതാണ് ഇതിന്റെ ബേസ് വരിക. മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലെ? ഇതാണ് ഇതിന്റെ ഹൈറ്റ് വരിക. വരയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പരിമിതി കൊണ്ടാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇതാണ് ഇതിന്റെ സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ്. ഈ പോയിന്റ്, ഈ ഒരു ലൈൻ ാണ് നമ്മൾ സ്ലാൻഡ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സ്ലാൻഡ് എഡ്ജ് എന്ന് പറയാം. ഇനി നോർമലി നമ്മൾ ഇത് ഈ ഒരു കേസ് ഇത് മൊത്തം എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അതിന് നമ്മൾ ഫേസ് എന്ന് വിളിക്കും. എന്താണ് വിളിക്കുക? ഫേസ്. എന്താണ് വിളിക്കുന്നത്? ഫേസ്. ഫേസ്. സോ ഈ ഒരു പോയിന്റിലെ ഇതിനെ നമ്മൾ അപ്പെക്സ് എന്ന് വിളിക്കുക. ഓക്കെ ആണോ? സോ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് പഠിച്ചു വെച്ചാൽ മതി. യൂസ് എവിടെയെങ്കിലും ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്തു. സോ 3D നമ്മൾ ഇതൊക്കെ കവർ ചെയ്യുമ്പോഴാണ് നമ്മൾ 3 ഡയമെൻഷൻ കവർ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് സ്ലാൻഡ് ഹൈറ്റ്. സോ ലാറ്ററൽ സർഫസ് ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് പെരിമീറ്റർ ഇൻറ്റു സ്ലാൻഡ് ഹൈറ്റ് ആണ്. ഓക്കെ ആണോ? സോ അതേപോലെ തന്നെ ഏരിയ എന്ത് വരും? സോറി, വോളിയം എന്ത് വരും? വോളിയം എന്ന് പറയുന്നത് 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. സോ ഇത്രയും കാര്യങ്ങൾ മതി. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇതിൽ കൂടെ തിയറീസ് ഒന്നുമില്ല. വോളിയം ഈക്വൽ ടു 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പൊ പിരമിഡ് നമ്മൾ കവർ ചെയ്യും. എന്തൊക്കെയാണ്? ലാറ്ററൽ സർഫസ് ഏരിയ എന്നത് ഹാഫ് ഇൻറ്റു ബേസ് പെരിമീറ്റർ ഇൻറ്റു സ്ലാൻഡ് ഹൈറ്റ് ആണ്. സോ ശ്രദ്ധിക്കണം, ഇവിടെ സ്ലാൻഡ് ഹൈറ്റ് ആണ്. ഓക്കെ അല്ലേ? വോളിയം എന്ന് പറയുന്നത് 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ഇത്രയാണ് നമുക്ക് ഇന്ന് ഇവിടെ തിയറി പഠിക്കാനുള്ളത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതുവരെ ഓക്കെ ആണോടാ? ഇതുവരെ ഓക്കെ ആണോ? സെറ്റ് ആണോ? ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. ക്യൂബ് പഠിച്ചു, ക്യൂബിനെ പറ്റി പഠിച്ചു, ക്യൂബോയിഡിനെ പറ്റി പഠിച്ചു. ക്ലിയർ ആണോ? കമന്റ് ചെയ്തേ. ക്ലിയർ ആണോ? ക്യൂബ് പഠിച്ചു, പിന്നെ ക്യൂബോയിഡ് പഠിച്ചു, നെക്സ്റ്റ് സിലിണ്ടർ പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ കോണ്. നെക്സ്റ്റ് കോണിന് കട്ട് ചെയ്താൽ നമുക്ക് ഫ്രസ്റ്റം കിട്ടും. ഫ്രസ്റ്റം. നെക്സ്റ്റ് സ്പിയർ, അതേപോലെ തന്നെ ഹെമിസ്ഫിയർ. പിന്നെ ഹോളോ സ്പിയർ ആണെങ്കിൽ വോളിയം എന്താ? 4/3 പൈ ഇൻറ്റു ആർ ക്യൂബ് മൈനസ് ആർ സ്ക്വയർ അല്ല കേട്ടോ, ഇത് ക്യൂബ് ആട്ടോ. 4/3 ഇനി പൈ ആർ ക്യൂബ് മൈനസ് ആർ ക്യൂബ്. എടാ ഇതാരെങ്കിലും എഴുതി തെറ്റിയിട്ടുണ്ടെങ്കിൽ മാറ്റണേ. 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു ആർ ക്യൂബ് ആണ്. ഓക്കെ, ആർ സ്ക്വയർ അല്ല. 4/3 പൈ രണ്ടിന്റെയും ക്യൂബ് ആട്ടോ, ആർ ക്യൂബ്. ഓക്കെ അല്ലേ? സോ പ്രിസം. പിന്നെ പ്രിസം എന്താന്ന് പറഞ്ഞു? റെക്ടാങ്കുലർ, ട്രയാങ്കുലർ പ്രിസം, റെക്ടാങ്കുലർ പ്രിസം. അതിന്റെ കേസിൽ ഏരിയ, വോളിയം പഠിച്ചു. പിരമിഡ് എന്താ? പിരമിഡും പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാലോ. ശ്രദ്ധിക്കും. നമുക്ക് എക്സാമിന് വരുന്ന കുറച്ച് മോഡൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രദ്ധിക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ദ ഏരിയാസ് ഓഫ് 3 അഡ്ജസന്റ് ഫേസ്. കാണാൻ പറ്റുന്നില്ലേ? ശ്രദ്ധിക്കും. സോ ഓരോ ക്വസ്റ്റ്യൻ ആക്കി നോക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് 3 അഡ്ജസന്റ് ഫേസ് of a cuboid are 32 centimeter square, 24 centimeter square, and 48 centimeter square. Find the volume of cuboid. Find the volume of cuboid. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? സോ നോർമലി ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ക്യൂബോയിഡ്, ക്യൂബോയിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ, അതേപോലെ ക്യൂബോയിഡിന്റെ എന്ത് പറഞ്ഞു? വോളിയം പറഞ്ഞു. ശരിയല്ലേ? സോ ക്യൂബോയിഡിന്റെ വോളിയം എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. സോ ഈ കേസിൽ ഒരു പോയിന്റ് കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഇവിടെ കേസിൽ എന്താണ് ഇവിടെ തന്നിരിക്കുന്ന കാര്യം? എന്താ ഏരിയ എന്ന് പറയുന്നത്? ഏരിയ എന്ന് പറയുന്നത് 3 ഏരിയാസ് വന്നിട്ടുണ്ട്. ഒരു ക്യൂബോയിഡിന്റെ 3 അഡ്ജസന്റ് ഫേസസിന്റെ ഏരിയാസ് വന്നിട്ടുണ്ട്. 32 സെന്റിമീറ്റർ സ്ക്വയർ, 24 സെന്റിമീറ്റർ സ്ക്വയർ, അതേപോലെ 48 സെന്റിമീറ്റർ സ്ക്വയർ. ഇങ്ങനെ 3 ഏരിയാസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഇതിന്റെ വോളിയം കാണാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ഐഡിയ നോട്ട് ചെയ്ത് വെച്ചോ. ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് √()
റൂട്ട് ഓഫ് A1 ഇൻറ്റു A2 ഇൻറ്റു A3 ചെയ്താൽ മതി. സെറ്റ് ആണോ? പോയിന്റ് ഓക്കെ ആണോ? റൂട്ട് ഓഫ് A1 ഇൻറ്റു A2 ഇൻറ്റു A3 ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? സോ ഏരിയസ് ഓഫ് ത്രീ അഡ്ജസന്റ് ഫേസ് ആണ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് വോളിയം കാണാൻ വേണ്ടി ഡയറക്റ്റ് എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് A1 ഇൻറ്റു A2 ഇൻറ്റു A3 ചെയ്യാം. സോ ഇതിന്റെ ഉത്തരം എത്ര വരും? 32 ഇൻറ്റു 24 ഇൻറ്റു 48. സോ ഇതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. ഞാനിവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല. സോ ജസ്റ്റ് കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാന്നുള്ള ഐഡിയ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ഓപ്ഷൻസ് യൂസ് കൊടുത്തിട്ടില്ല. സോ ഇതിന് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് എന്ത് ചെയ്യാൻ പറ്റും? എടാ ഇതൊന്നും ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നത്. 32 എനിക്ക് എങ്ങനെ എഴുതാം? 8 ഇൻറ്റു 4 എന്ന് എഴുതാലോ. 24 എനിക്ക് എങ്ങനെ എന്ത് എഴുതാം? 8 ഇൻറ്റു 3. 48 എന്താണ്? 8 ഇൻറ്റു 6. ഓക്കെ. സോ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതി. ഇവിടെ നോക്ക്, ഇവിടെ 8 ഉണ്ട്, 8 ഉണ്ട്. ഈ 8 എനിക്ക് പുറത്തെടുക്കാലോ. ബാക്കിയുള്ള ഇവിടെ ഏതൊക്കെയാ? 6 ഇൻറ്റു 3 24. 6 ഇൻറ്റു 3 24. ഓക്കെ ആണോ? സോ 24 ഇൻറ്റു 32. സോ ഇത് വീണ്ടും ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് 6 ഇൻറ്റു 4 ആൻഡ് 8 ഇൻറ്റു 3. ഓക്കെ ആണോ? സോ ബാക്കിയുള്ളത് 8 ഇൻറ്റു 4 32. 32 ഇൻറ്റു 3 അതേപോലെ തന്നെ 32 ഇൻറ്റു 6. സോ ഈ കേസിൽ സോ നോർമലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാ? സോ ജസ്റ്റ് ശ്രദ്ധിച്ചു നോക്കി. ഇവിടെ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, പുറത്തെടുക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? സോ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എത്ര കിട്ടും നിങ്ങൾക്ക് വാല്യൂ? സോ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് പറയാം. കമന്റ് ബോക്സിൽ പറയാം ഇതിന്റെ വാല്യൂ എത്ര കിട്ടും? ഇതിന്റെ വാല്യൂ എത്ര കിട്ടും? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. എത്ര കിട്ടുന്ന? കൺഫ്യൂഷൻ വേണ്ട. നേരത്തെ നമ്മൾ എഴുതി ഇത്രയേ ഉള്ളൂ. റൂട്ട് ഓഫ് 32 ഇൻറ്റു 24 ഇൻറ്റു 40. റൂട്ട് ഓഫ് 8 ഇൻറ്റു 4 ഇൻറ്റു 8 ഇൻറ്റു 3 ഇൻറ്റു 8 ഇൻറ്റു 6 അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്താം? 8 ഇവിടെ ഉണ്ട്, 8 പുറത്തെടുത്തു. ബാക്കിയില്ല എത്രയാ? 4 ഇൻറ്റു 3 12ഉം 8 ഇൻറ്റു 6 48ഉം. 48 ഇൻറ്റു 12 അല്ലേ? സോ ഇവിടെ വീണ്ടും സ്പ്ലിറ്റ് ആക്കി എഴുതാലോ. 192 സെന്റിമീറ്റർ ക്യൂബ് കിട്ടും. ഓക്കെ ആണോ? 192 സെന്റിമീറ്റർ ക്യൂബ്. ക്ലിയർ ആണോ? സോ 192 സെന്റിമീറ്റർ ക്യൂബ്. ഇനി അടുത്തത് 3 ഏരിയാസ് ഓഫ് 3 അഡ്ജസന്റ് ഫേസ്. അടുത്ത ക്വസ്റ്റൻ നോക്കണം. 3 ഏരിയാസ് ഓഫ് അഡ്ജസന്റ് ഫേസ് ഓഫ് എ ക്യൂബോയിഡ് ടാങ്ക് 3 സെന്റിമീറ്റർ. സോ ഈ ക്വസ്റ്റൻ ഒക്കെ നോക്കി എഴുതി വെച്ചോ. വി ഈക്വൽ ടു. സോ ഈ കേസ് നോക്ക്. ഈ കേസിലും നിങ്ങൾക്ക് തന്ന എന്താ? അഡ്ജസന്റ് ഫേസിന്റെ ഏരിയ ആണ് 3 സെന്റിമീറ്റർ ക്യൂബ്, 3 മീറ്റർ സ്ക്വയർ, 12 മീറ്റർ സ്ക്വയർ, 16 മീറ്റർ സ്ക്വയർ. സോ ഈ കേസിൽ വോളിയം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വീണ്ടും നേരത്തെ പോലെ തന്നെ A1 ഇൻറ്റു A2 ഇൻറ്റു A3 ആണ്. സോ എത്ര വരും? 3 ഇൻറ്റു 12 ഇൻറ്റു 16. നിങ്ങൾക്ക് എത്ര കിട്ടും? 6 ഇൻറ്റു 4 24 മീറ്റർ ക്യൂബ് കിട്ടും. ഇതെങ്ങനെ പെട്ടെന്ന് ചെയ്തേ? എടാ ഒന്നുമില്ല. 16 നമുക്ക് എന്ത് എടുക്കാം? 16 നമുക്ക് 4 പുറത്തെടുത്താൽ 12 ഇൻറ്റു 3 36 ഉള്ളിലുണ്ട്. 36 റൂട്ട് എന്താ? 6. 6 ഇൻറ്റു 4 എത്ര? 24. സോ 24 മീറ്റർ ക്യൂബ് ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളോട് ചോദിച്ചത് ടാങ്കിന്റെ കപ്പാസിറ്റി ആണ്. എടാ നിങ്ങൾ ഒരു പോയിന്റ് ഇവിടെ ശ്രദ്ധിച്ചു വെച്ചോ. ഒരു ലിറ്റർ എന്ന് പറയുന്നത് 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ്. എന്താണ്? ഒരു ലിറ്റർ എന്ന് പറയുന്നത് 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ്. സോ ഈ കേസിൽ എന്താ വന്നത്? 24 മീറ്റർ ക്യൂബ്. 24 മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ 24 ഇൻറ്റു മീറ്റർ ക്യൂബ് സെന്റിമീറ്ററിലേക്ക് മാറ്റി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ വേണം? 100 ഇൻറ്റു 100 ഇൻറ്റു 100. ഓക്കെ ആണോ? ഡിവൈഡഡ് ബൈ, ഇനി ലിറ്റർ എത്രയാണല്ലേ? എത്ര ലിറ്റർ എന്നല്ലേ? ഒരു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര കിട്ടും? 24,000 ലിറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ പഠിക്കേണ്ട പോയിന്റ്, ഒരു ലിറ്റർ എന്ന് പറയുന്നത് 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ്. സെറ്റ് അല്ലേ? 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ ആണോ? പോയിന്റ് ഓക്കെ ആണോ? നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ക്ലാസ് കഴിഞ്ഞാൽ. ഓക്കെ. സോ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്ക്. The sum of length and breadth and height of a cuboid 20 സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണോ? 20 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ തമ്മിൽ സെന്റർ ആണ്, ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ. ഇവിടെ അടുത്തൊരു പോയിന്റ് പറയാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റൻ ആഡ് ചെയ്തത്. സം ഓഫ് സൈഡ് എന്ന് പറയുന്നത്, സം ഓഫ് സൈഡ്സിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു ക്യൂബോർഡിന്റെ കേസിൽ സം ഓഫ് സൈഡ്സിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഡയഗണലിന്റെ സ്ക്വയർ പ്ലസ് ടോട്ടൽ സർഫസ് ഏരിയ. ഓക്കെ ആണോ? ഒരു ക്യൂബോർഡിന്റെ കേസിൽ സം ഓഫ് സൈഡ്സിന്റെ സ്ക്വയർ ഈക്വൽ ഡയഗണലിന്റെ സ്ക്വയർ പ്ലസ് ടോട്ടൽ സർഫസ് ഏരിയ. സോ സം ഓഫ് സൈഡ്സിന്റെ സ്ക്വയർ എത്രയാ? 20ന്റെ സ്ക്വയർ 20 സ്ക്വയർ ഈക്വൽ ടു ഡയഗണൽ എത്രയാ? 12. 12 സ്ക്വയർ 144 പ്ലസ് ടോട്ടൽ സർഫസ് ഏരിയ. സോ ഈ കേസ് ടോട്ടൽ സർഫസ് ഏരിയ എത്ര കിട്ടുന്നത്? 400 മൈനസ് 144. 300 മൈനസ് 144 ഈക്വൽ ടു 256 സെന്റിമീറ്റർ സ്ക്വയർ. സെറ്റ് ആണോ? ഇവിടെ ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞു. ഓക്കെ ആണോ? സെറ്റ് ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ക്ലിയർ ആണ് അല്ലേ? ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്.
അടുത്തത് എ സോളിഡ് ക്യൂബ് ഇൻ വിച്ച് ഡയഗണൽ ഓഫ് ഈച്ച് ഫേസ് ഇസ് 128 ഹാസ് ബീൻ മോൾഡഡ് ഇൻ ടു മേക്ക് എ ക്യൂബോയിഡ്. എടാ നിങ്ങൾ ഒരു കാര്യം നോക്കിക്കോ, നമ്മൾ ഒരു ഷേപ്പിനെ വേറൊരു ഷേപ്പ് ആക്കി മാറ്റുകയാണെങ്കിൽ, നിങ്ങൾ ഉള്ളിൽ പോകേണ്ട ഐഡിയ എന്ന് പറയുന്നത് വോളിയം ഓഫ് ദാറ്റ് ഷേപ്പ് ഈക്വൽ ടു വോളിയം ഓഫ് അനദർ ഷേപ്പ്. ഓക്കെ ആണോ? വോളിയം ഓഫ് ഫസ്റ്റ് ഷേപ്പ് ഈക്വൽ ടു വോളിയം ഓഫ് സെക്കൻഡ് ഷേപ്പ്. ഇതിനെ അങ്ങ് ഇക്വേറ്റ് ചെയ്താൽ മതി. വോളിയം ഓഫ് സെക്കൻഡ് ഷേപ്പ് ആയിരിക്കും. ക്ലിയർ ആണോ? പോയിന്റ് സെറ്റ് അല്ലേ? വോളിയം ഓഫ് ഫസ്റ്റ് ഷേപ്പ് ഈക്വൽ ടു വോളിയം ഓഫ് സെക്കൻഡ് ഷേപ്പ് ആയിരിക്കും. ക്ലിയർ ആണോ? ഈ ഒരു പോയിന്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിച്ചു വെക്കുക. ക്ലിയർ ആണോ? സോ ഈ കേസിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വോളിയം ഓഫ് ഷേപ്പ്. ഫസ്റ്റത്തെ ഷേപ്പ് എന്താ? √2a. ഡയഗണൽ ആണ് തന്നത്. ഡയഗണൽ വരികയാണെങ്കിൽ √2a. √2a എത്രയാ? 128 √2 ആണ്. a ഈക്വൽ ടു 128 ആണ്. സോ ക്യൂബിന്റെ വോളിയം എന്താ? 128 ഇൻറ്റു 128. എന്തിന് ഈക്വലാ? ക്യൂബോർഡിന്റെ വോളിയം എന്ന് പറഞ്ഞത് 512 ഇൻറ്റു 160 ഇൻറ്റു ഹൈറ്റ് നമുക്ക് അറിയോടാ, ആ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ h എത്രയാ? 128 ഇൻറ്റു 128 ഡിവൈഡഡ് ബൈ 512 ഇൻറ്റു 160. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 128/5 കിട്ടും, ഈക്വൽ ടു 25.6 സെന്റിമീറ്റർ ആയിരിക്കും. സോ ഈ ചോദ്യം നിങ്ങൾ എക്സാമിന് വന്നതാണ്, ഞാൻ ആഡ് ചെയ്തത്. കാരണം ഇതിന്റെ ഒരു തിയറി അറിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. ഒരു ഷേപ്പിനെ നമ്മൾ വേറെ ഷേപ്പാക്കി മാറ്റുകയാണെങ്കിൽ അതിന്റെ വോളിയം തമ്മിലാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ഒരു ഷേപ്പിനെ വേറെ ഷേപ്പാക്കി മാറ്റുകയാണെങ്കിൽ അതിന്റെ വോളിയം ജസ്റ്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും. 5ാമത്തത്. കേർവ്ഡ് സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓഫ് എ സിലിണ്ടർ 264 924 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഡിയസും ഹൈറ്റും തമ്മിലെ റേഷ്യോ ആണ് കാണുന്നത്. സോ ശ്രദ്ധിക്കണം. സോ ഫസ്റ്റ് കേസ് 2πRh തന്നിട്ടുണ്ട്. കേർവ്ഡ് സർഫസ് ഏരിയ എന്താ? സിലിണ്ടറിനെ നമ്മൾ നേരത്തെ കവർ ചെയ്താണ് 2πRh. സോ 2πRhന്റെ വാല്യൂ ആണ് തന്നത്. 2πRhന്റെ വാല്യൂ ആണ് 264 തന്നത്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ പിന്നെ എന്ത് തന്നിട്ടുണ്ട്? വോളിയം തന്നിട്ടുണ്ട്. 924 ക്യൂബിക് സെന്റിമീറ്റർ ക്യൂബ് ആവണേ. സോ വോളിയം, സിലിണ്ടർ വോളിയം എന്താ? πr² ഈക്വൽ ടു 924. ഇനി നോക്കണം, ഇതിന്റെ റേഡിയസ് ടു ഹൈറ്റ് കിട്ടണമെങ്കിൽ ഞാൻ ഈ വോളിയത്തിനെ ഇതിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ എന്ത് കിട്ടും? πr² ഡിവൈഡ് ബൈ 2πRh. എത്ര കിട്ടി? h പോയി, π പോയി, r പോയി, r/2. സോ r/2ന്റെ വാല്യൂ എത്ര കിട്ടും? 924 ഡിവൈഡഡ് ബൈ 264. സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ 132 ആണ്. 924 ഡിവൈഡ് ബൈ 132 ഈക്വൽ ടു 7 കിട്ടും. ക്ലിയർ ആണോ? റേഡിയസ് 7 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? വോളിയം കണ്ടുപിടിക്കാമല്ലോ. 2 ഇൻറ്റു 22/7 ഇൻറ്റു 7 ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു 264. കാരണം തേർഡ് സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. സോ ഈ കേസിൽ 7 കട്ടായി. സോ h എത്രയാ? 264 ഡിവൈഡ് ബൈ 22 ഇൻറ്റു 2 ഈക്വൽ ടു 132. 132/22. സോ ഹൈറ്റ് എത്രയാ? ഹൈറ്റ് എന്ന് പറയുന്നത് 7 ആണ്. ആണോ? ഹൈറ്റ് എന്ന് പറയുന്നത് 6 ആണ്. സോ h/r-ന്റെ റേഷ്യോ എത്രയാ? h/r ഈക്വൽ ടു 7/6 ആണ്. ക്ലിയർ ആണോ? പോയിന്റ് ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. The lattice surface area of a cylinder. Lattice surface area of a cylinder is 352. If its height is 7 centimeter, then its volume. So, ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, ലാറ്റസ് സർഫസ് ഏരിയ തന്നിട്ടുണ്ട് അല്ലെ? ലാറ്റസ് സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. സോ ലാറ്റസ് സർഫസ് ഏരിയ എത്രയാ? 2πRh. 2πRh ആണ് 352. സോ ഈ കേസിൽ 2 ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് ഇൻറ്റു ഹൈറ്റ് എത്രയാ? ഹൈറ്റ് ഇവിടെ 7 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഈക്വൽ ടു 352. സോ 7 കട്ടായി. സോ എത്രയായി? 2 പോയാൽ 1 7 1 15 7 2 14 176. അവിടെ വരും 176 ഡിവൈഡ് ബൈ 22 ഈക്വൽ ടു 6 എത്രയാ? 6 എന്ന് പറഞ്ഞാൽ 8 അല്ലേ? 6 8 ആണ്. സോ ഈ കേസിൽ വോളിയം എത്രയാ? വോളിയം എന്ന് പറഞ്ഞാൽ πr² ആണ്. πr² ഈക്വൽ ടു 22/7 ഇൻറ്റു r². 8 ഇൻറ്റു 8 ഇൻറ്റു ഹൈറ്റ് എത്രയാ? 7 ഈക്വൽ ടു 7 കട്ടായി പോയി. 128 ഇൻറ്റു 11. ശരിയാണോ? സോറി, 64 ഇൻറ്റു 22. 4 2 8 8 12 22 1408 സെന്റിമീറ്റർ. ഓക്കെ ആണോ? സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ ചെയ്ത് നോക്കുക. ക്ലിയർ ആണോടാ? സോ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിൾ ആണ്. ഇതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതിന്റെ ക്വസ്റ്റ്യൻ
ഏത് രീതിയിലാണ് വരിക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 6 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തത്. നോർമലി ഇത് കവർ ചെയ്തത് തിയറിയാണ്. ഓക്കെ ആണോ? ക്ലാസ് ഓക്കെ ആണോ? സെറ്റ് ആണോ? ഡൗട്ട്സ് കാര്യങ്ങളുണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ സാർ. സോ ഇത്രയാണ് അത് കണ്ടന്റ്. 1 മണിക്കൂർ കൂടുതലായി. സോ ഇത്രയാണ്. സോ ഈ ക്ലാസിന്റെ PDF ഞാൻ ഈ ഗ്രൂപ്പിൽ ഇടിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എടുത്തൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ. സോ ഇതിന്റെ കണ്ടന്റ് കാര്യങ്ങൾ ഏതൊക്കെ ഷേപ്പ് ഉണ്ട്, ആ ഷേപ്പിന്റെ വോളിയം, ടോട്ടൽ സർഫസ് ഏരിയ, സോ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണോ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് റിവൈസ് എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് കാണാം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പം നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? താങ്ക് യു. ഓക്കെ. താങ്ക്സ്. ശരി.